ഔല എന്നാണ് അതിന് പറയാ. ഇത്രയും പ്രമാണങ്ങൾ കൊണ്ട് തിരിഞ്ഞതിനെ പറ്റി സാദ് മൗലവി പറയാ അതിന് തെളിവില്ല, അയാൾക്ക് ഒരു വിവരവും ഇല്ല എന്ന് ശേഷം പറയുമ്പോൾ കിട്ടും. നിങ്ങൾ തബ്ലീഗുകാരെ വിചാരിക്കരുത് ഒരു മനുഷ്യന്റെ വിവരം ഇടിച്ചു താഴ്ത്തുകയാണെന്ന്. അങ്ങനെയല്ല, ആ ഉദ്ദേശത്തിൽ പറയുന്നതല്ല. തബ്ലീഗുകാരുടെ ഈ പുസ്തകത്തിലുണ്ടല്ലോ വളരെ നിശിതമായ ഭാഷയാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ ധാരാളം സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ശേഷം ഞാൻ പറയാം. അതിനു മുമ്പ് അദ്ദേഹം വീണ്ടും പറയട്ടെ. അദ്ദേഹം പറയുന്ന ചില ഭാഗങ്ങളും കൂടി കേട്ടു. അടുത്ത ക്ലിപ്പ്. ശബ്ദം കൊണ്ട് തീ കൊണ്ട് ജനാസയെ തുടങ്ങരുത്, പിന്തുടരരുത്. ജനാസ കൊണ്ടുപോകരുത്, ശബ്ദം കൊണ്ട് തീ കൊണ്ട് നിങ്ങൾ ജനാസയെ പിന്തുടരരുത്. പല ഭാഗത്ത് തീ ചൂട്ടുപിടിച്ചിട്ട് പോലും തീയുമായിട്ട് പോകില്ല. അത് പാടില്ല. വൈദ്യുതിപ്പെട്ട ശബ്ദങ്ങളാക്കിയിട്ട് പോവുക, അത് ഏത് കാര്യങ്ങളാക്കി പോകും. അവർ ആദ്യം പോകും. ഏറ്റവും നല്ലത് മൗനമായിട്ട് പോകാം. ഏറ്റവും നല്ലത് മൗനമായിട്ട് പോകാം. ഒരു കാലഘട്ടത്തിൽ ചില ഫുഖഹാക്കൾ പറഞ്ഞു, ഫുഖഹാ അഭിപ്രായം പറയുകയോ ദീന് സ്വന്തമായൊരു കാഴ്ചപ്പാട് ദീനിൽ അവതരിപ്പിക്കുകയോ അക്സിറൂ ഫിൽ ജനാസത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇമാം തബറാനി ഉദ്ധരിച്ച ഹദീസാണ്. അക്സിറൂ ഫിൽ ജനാസത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനാദയിൽ നിങ്ങൾ ധാരാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കണം. ഫുഖഹാന്റെ അഭിപ്രായമല്ല. ഇനി അടുത്ത അദ്ദേഹം പറയാൻ തൽഖീൻ അദ്ദേഹം വിമർശിക്കുകയാണ്. പറഞ്ഞു കേട്ടോളൂ. ചില സ്ഥലങ്ങളിലൊക്കെ തൽഖീനുണ്ട്. തൽഖീൻ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നതാണ്. തൽഖീൻ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നതാണ്. ആരാ ഓർമ്മപ്പെടുത്തി കൊടുക്കുക? പള്ളിയിലെ മുകളിൽ ജോലിയാണ് മരിച്ചുപോയ മയ്യത്തിന്റെ നടക്കു ഭാഗത്തിരുന്നിട്ട് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. എന്താണ് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത്? മൂപ്പറിന് അറിയില്ല എന്തൊക്കെയാണ് മൂപ്പർ ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മൂപ്പർ എഴുതിയിട്ട് കള്ളാസായിട്ട് വരിക. ആരെ കള്ളാസായിട്ട് മൂപ്പർ വന്നിട്ടില്ലെങ്കിൽ മൂപ്പരെ ജോലി നിർത്തുമോ? ആ പള്ളിയിൽ ജോലി ചെയ്യാനായിട്ട് ഇവർക്ക് ആവശ്യം. അപ്പൊ നൽകിയതായിട്ടുള്ള മുപ്പയാണ് എന്തെങ്കിലും നൽകിയ ഏതെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടതാണെങ്കിലും എഴുതി വെച്ചിട്ടാണെങ്കിലും അതിനെ സൂക്ഷിക്കും. ഇതിന് വരുന്ന വൈദ്യുത പോകുമ്പോൾ തന്നെ മൂപ്പരുടെ ജോലിയാണ് അതിങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. വൈദ്യുതിനെ പഠിപ്പിക്കുക, വൈദ്യുതിനെ പറഞ്ഞു കൊടുക്കുക, ഒരു പുണ്യമില്ല. അടുത്ത് അപ്പൊ നോക്കൂ നിങ്ങൾ, എന്താ അദ്ദേഹം പറഞ്ഞത്? തൽഖീനെ വിമർശിക്കുകയാണ് അദ്ദേഹം. തൽഖീന് അതിനൊരു തെളിവുമില്ല, ഒരു ആവശ്യമില്ല. മുക്രി ജീവിതമാർഗം കണ്ടെത്തിയതാണെന്നാ പറയണത്. തൽഖീൻ ചൊല്ലിയിട്ട് വേണ്ട ഇപ്പൊ മുക്രിക്ക് ജീവിച്ചാൽ. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഈ കണ്ട മൂല്യന്മാർക്ക് എത്ര കൊല്ലം കിതാബ് ഓതിയിട്ട് അവർ മദ്രസയിലും പള്ളിയിലൊക്കെ ജോലി ചെയ്യുന്നറിയോ? അവർക്കുള്ള ഉപജീവന മാർഗമായിട്ട് ഈ സമൂഹം കണ്ടെത്തിയ ഒരു വലിയൊരു മാർഗമാണോ ഇത്? സമൂഹത്തിൽ എന്തെല്ലാം ജോലികൾ, എവിടെയും ജോലിക്ക് ഗ്യാപ്പുകളല്ലേ? അള്ളാഹുവിന്റെ ദീനിനെ വിചാരിക്കുന്ന ഒരു പറ്റം സമൂഹം ദീനിന്റെ മാർഗത്തിൽ ജോലി ചെയ്തില്ലായിരുന്നുവെങ്കിൽ എല്ലാ ആളുകളും ജീവിതമാർഗം തേടി ദുനിയാവുണ്ടാക്കണം എന്ന് വെച്ച് പോവുകയാണെങ്കിൽ പള്ളിയിൽ നിന്ന് ഒരൊറ്റ മൂല്യന്മാരുണ്ടാവില്ല. നിങ്ങളറിയോ വസ്തുത? 3000-4000 രൂപ ഇപ്പോൾ ഒരു നേരം മദ്രസയിൽ ശമ്പളം. അങ്ങനെയുള്ള പാവപ്പെട്ട ഉസ്താദുമാരെയാ പരിഹസിക്കണത്. ഒരു നേരം ഒരു പകല് ഒന്ന് ഓട്ടോറിക്ഷ ഓടിച്ചാൽ 1000-1500 രൂപ ഓട്ടോ ഡ്രൈവർമാർ ഉണ്ടാക്കേണ്ടത്. ഒരു ഓട്ടോറിക്ഷന്റെ ഡ്രൈവിംഗ് പഠിക്കാൻ കേവലം മണിക്കൂറുകളാണ് വേണ്ടത്. എത്രയോ വർഷം കിതാബ് ഓതിയിട്ട് പിന്നെ കിട്ടുന്ന ജോലിന്റെ സാലറി അവരെ ഈ പാവം മൗലവീങ്ങളെ അദ്ദേഹം പരിഹസിക്കുന്നത്. എന്നാൽ തൽഖീനെ പറ്റി വല്ലതും മൗലവിക്ക് അറിയോ? തബ്ലീഗുകാരുടെ നിലപാട് വഹാബി നിലപാടാണ് തൽഖീന്റെ വിമർശനം.
വഹാബികൾ പറയാറ് തൽക്കീൻ എന്നത് മയ്യത്തിന് ട്യൂഷൻ കൊടുക്കുക എന്നാ പറയാ, പരിയാസം. ഈ പരിയാസം ശരിക്കും റസൂലുള്ളാഹിനെ പരിഹസിക്കണത്. മഹാനായ സയ്യിദി അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ് തൽഖീനിന്റെ ഹദീസ്. അബൂ ഉമാമത്തുൽ ബാഹിലി തങ്ങൾ പറയാറുണ്ട്, സഹാബികളെ, എന്റെ മക്കളെ, നിങ്ങൾ എന്നെ മരിച്ചാൽ നിങ്ങൾ എന്നെ മയ്യത്തിനെ ഖബറിൽ കൊണ്ടുവച്ച് നിങ്ങൾ ഈ വാചകം എനിക്ക് ചൊല്ലിത്തരണമെന്ന് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടുപഠിച്ച വാചകം തന്റെ മക്കളെ പഠിപ്പിച്ച അബൂ ഉമാമത്തുൽ ബാഹിലിയുടെ ഹദീസ് പ്രസിദ്ധമാണ്. അതിനപ്പുറം മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും കാണാം, ബഹുമാനപ്പെട്ട അംർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, ഇദാ ദഫൻതുമൂനി, എന്റെ മക്കളെ നിങ്ങൾ എന്നെ മറവ് ചെയ്താൽ ഫഖീമൂ ഖബല ഹൗല ഖബരി, എന്റെ ഖബറിന്റെ അടുത്ത് നിങ്ങൾ നിൽക്കണം. ഖദറമാ യുൻഹറു ജസൂറും വയുഖ്സലമു ലഹ്മുഹാ, ഒരൊട്ടകത്തെ അറുത്തതിന്റെ മാംസം വിതരണം ചെയ്യുന്ന അത്ര പിരീഡ് എന്റെ ഖബറിന്റെ അടുത്ത് നിങ്ങൾ നിൽക്കണം. ഹത്താ അസ്തഇനി സബികോ വമാദാ ഉറാജി ബിഹി റുസുല റബ്ബി, എന്റെ റബ്ബിന്റെ ദൂതന്മാരായ മലായികത്തിന്റെ ചോദ്യത്തിന് ഞാൻ എന്ത് മറുപടിയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് നിങ്ങളിൽ നിന്ന് എടുക്കാൻ വേണ്ടി, നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരണമെന്ന് മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇമാം മുസ്ലിം ഇതിനെപ്പറ്റിയാ പറയുന്ന ഹദീസൊന്നുമില്ല, തെളിവൊന്നുമില്ല. ഇബ്നു തൈമിയയുടെ ഫത്താവയിൽ പോലും പറഞ്ഞിട്ടുണ്ട്, വമിൻഹും സ്വഹാബത്തിലുണ്ട് മൻ യുസ്തഹബ്ബുഹു, അതിനെ മുസ്തഹബാക്കിയ ആളുകൾ സ്വഹാബത്തിലുണ്ടായിരുന്നു എന്ന് മജ്മൂഉൽ ഫത്താവയിൽ ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട്. അതുപോലും അറിയില്ല ഇവർക്ക്. ഇനി അദ്ദേഹം പറയുന്നു വേറൊരു വിടുവായത്ത് കേൾക്കണോ, ഭൂമിയിൽ ഒരൊറ്റ കിതാബിലും ഇല്ലാത്തൊരു സാധനം ഈ തസ്ബീത്ത്. നമ്മുടെ നാട്ടിലൊക്കെ മയ്യത്തിന്റെ അടുത്ത് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് ബഹളം വെക്കല. മയ്യത്തിനെ അങ്ങ് വെച്ചിട്ട് മണ്ണുവാരി ഇടുമ്പോൾ തുടങ്ങും. എവിടുന്ന് കൊണ്ടുവന്ന ഈ ബിദ്അത്ത്? ആരാണിത് പറഞ്ഞത്? അങ്ങനെ ഉണ്ടോ ഇസ്ലാമിൽ? മണ്ണ് വാരി ഇടുമ്പോൾ അല്ലേ ഇത് ചെല്ലേണ്ടത്? ആ ചെല്ലേണ്ട വാചകം ഹദീസിൽ വന്നിട്ടുമില്ല. ഇപ്പൊ മുജാഹിദ് മൗലവികൾ കൊണ്ടുവന്നതാണ്. ഞാൻ നൂറുകണക്കിന് സദസ്സിൽ വെച്ച് പല വഹാബികൾ മുഖാമുഖത്തിൽ ചോദിച്ചപ്പോഴും ഞാൻ അവരോട് തിരിച്ചു ചോദിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു ഹദീസ്, ലൈവായ ഒരു ഹദീസ്, തസ്ബീത്തിന്റെ നിങ്ങൾ ചെല്ലുന്ന സബ്ബിതുഹു ഇൻദ സുആൽ അൽഹിംഹുൽ ജവാബ് ജാബിൽ ഖബർ അൻ ജംബൈ യഗ്ഫിർ ലഹു വറഹമുഹു എന്ന് ചൊല്ലുന്ന അല്ലാഹുമ്മ കൂട്ടിയിട്ടുള്ള ഈ ദിക്ർ, ഇതിന് വല്ല ഹദീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സലാം സല്ലമയോ തന്നെ പറയണ്ടേ. അത് ഹദീസിലൊന്നുമില്ല, അത് പണ്ഡിതന്മാരുണ്ടാക്കിയതാണ്. ഏത് പണ്ഡിതനാണെന്നും കൂടി ഉപരെ കിട്ടിയതിനെ പറയിപ്പിക്കണമായിരുന്നു. എന്നാ മൗലവി പറയട്ടെ. നോണ, അതിന്റെ ദുആ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ സബ്ബിത്തു എന്ന തസ്ബീത്ത് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. നോണ, പച്ച നോണ. നോണയല്ല, മൂപ്പർക്ക് അത്രേ അറിയൂ. ഞാൻ അങ്ങനെ മനസ്സിലാക്കണത്, അല്ലാതെ അങ്ങനെ പറയാൻ സാധ്യതയില്ല. ഇതൊക്കെ കുറച്ചെങ്കിലും പേടി ഉണ്ടാവേണ്ടതാണ്. പിന്നെ അപ്പൊ നോക്കൂ നിങ്ങൾ, തസ്ബീത്തിന്റെ വാചകം മൂപ്പർ ചൊല്ലി എന്നിട്ട് റസൂലുള്ള പഠിപ്പിച്ചെന്ന് ഒരൊറ്റ ഹദീസിലില്ല. എന്നാൽ അതിന്റെ വസ്തുത എന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ നമ്മളവിടെ നിർവഹിക്കേണ്ട വസ്തുത അതുകൂടി പറയാം. എത്രയോ കാലം മുമ്പ് പഴക്കമുള്ള പള്ളിയാണ് തളിപ്പറമ്പ് ജുമാഅത്ത് പള്ളി. അതിന്റെ പരിസരത്ത് 10,000-കണക്കിന് മീതാങ്കല്ലുകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കാണാം. അവിടൊക്കെ കഴിഞ്ഞ മാസം വരെയുള്ള പതിവെന്താണെന്നറിയോ? മയ്യത്ത് ഖബറിൽ വെക്കും. അങ്ങനെ മൂടുവലക പാകി മണ്ണിട്ടാൽ അല്ലാഹുമ്മ മിൻഹാ ഖലഖനാകും എന്ന 3 ദിക്ർ ചൊല്ലി ആളുകൾ മണ്ണ് വാരിയിടും. ശേഷം മണ്ണ് വാരിയിട്ട് ഖബറിന്റെ ദഫന്, അതിന് മറമാടൽ പൂർത്തിയാക്കുന്നതിനിടയിൽ ആളുകൾ യാസീനോ ഫാത്തിഹയോ മറ്റോ ഓതും. ദഫൻ പൂർത്തിയായാൽ ബഅദ തമാമി ദഫൻ പൂർത്തിയായതിനു ശേഷം തൽഖീനു ബാലിഗിൻ, ബുലൂഗത്തി ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ പ്രായപൂർത്തിയെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തൽഖീൻ ചൊല്ലി കൊടുക്കും. സുന്നത്താണ്. ശാഫി മദ്ഹബിന്റെ എല്ലാ ഗ്രന്ഥത്തിലും കാണാം, സുന്നത്താണ്. ആ തൽഖീൻ കഴിഞ്ഞതിന് ശേഷം മയ്യത്തിന് വേണ്ടി ദ്വാരക്കും. അപ്പൊ മയ്യത്തിന് വേണ്ടി ദ്വാരക്കേണ്ട സമയമാണ്. ആ ദ്വായിൽപ്പെട്ടതാണ് ഫസലൂലഹു തസബ്ബുത, മയ്യത്തിനോട് ചോദ്യം ചെയ്യുമ്പോൾ പതറിപ്പോകും.
കാരണം മുങ്കർ നക്കീറിന്റെ രൂപങ്ങളും ഭാവങ്ങളും അവരുടെ ആകൃതിയും കാണുമ്പോൾ മലക്കാനി അസ്വദാനി അസ്റഖാനി വിരൂപികളായ ആരാരും കണ്ടാൽ ഭയപ്പെടുന്ന രണ്ട് കൊമ്പുള്ള ആ കൊമ്പ് കൊണ്ട് ഭൂമി കുത്തിത്തുളന്നുകൊണ്ട് തുളച്ചിട്ട് മയ്യത്തിന്റെ അടുത്തേക്ക് വരുന്ന തല മുതൽ കാല് വരെ നീണ്ടു നിൽക്കുന്ന മുടിയുള്ള ആ മുടിയുള്ള രണ്ട് മലക്കുകൾ ഒരു ദണ്ഡുമേറ്റ് വരികയാണ്. മനുഷ്യരും ജിന്നും മുഴുവനും ഉയർത്തിയാലും പൊന്തിച്ചാലും പൊന്താത്ത അത്രയും കടുകടുപ്പമുള്ള ആ വടിയുമെടുത്ത് മലക്കുകൾ വരുമ്പോൾ ആളുകൾ പതറിപ്പോകും. ആ സമയത്ത് മയ്യത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി നിങ്ങൾ ആ മയ്യത്തിന് വേണ്ടി ദുആരക്കണേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അവിടുന്ന് ദുആരക്കും. ആ ദുആയിൽ വേണമെങ്കിൽ പെടുത്ത അല്ലാഹുമ്മ സബ്ബിതു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. ആ ദുആയിൽ വേണമെങ്കിൽ പെടുത്ത അതിൽ പെടാം. ആ ദുആയിൽ വേണേൽ പെടുത്തിയിട്ട് അവിടെ ചെല്ലാം. അംർ ബിൻ അസ് പറഞ്ഞത് അതുമല്ല, ആളുകൾ മടങ്ങിപ്പോകുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് അവിടെ നിൽക്കണം ആ മക്കളോട് വസീയത്ത് ചെയ്തത്. കുറേ നേരം ഖബറിന്റെ അടുത്ത് നിൽക്കണമെന്ന്. ഇത് മണ്ണ് വാരിയിടുമ്പോൾ തന്നെ തസ്ബീഹ് തുടങ്ങും. മതവൻ പൂർത്തിയായ ഉടനെ മണ്ടും. ഇങ്ങനെയാണോ വേണ്ടത്? ഇതാണോ ഇസ്ലാമിക വൃത്തം? ഇസ്ലാം ആരാണിത് പഠിപ്പിച്ചത്? എവിടെയാണിത് കാണിക്കാൻ കഴിയുക? തസ്ബീഹിന്റെ വാചകം ഈ ഭൂമിയിൽ, അള്ളാന്റെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു കുട്ടി കാണിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ ഒന്നടങ്കം ആ പ്രസ്ഥാനത്തിലേക്ക് വരാൻ തയ്യാറാണ്. കാണാൻ സാധ്യമല്ല, ഒരിക്കലും ഇല്ലാത്ത പച്ച നുണയാണത്. ഇനിയും നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി ഞാൻ പറയട്ടെ, പരമാവധി ഒരു പ്രസ്ഥാനത്തെ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും ആ പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങൾ പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുകയാണ്. മഹാനായ ശംസുൽ ഉലമ ക്രിസ്ത്യാനിസത്തിന് മറുപടി പറഞ്ഞ 2 പ്രസംഗങ്ങൾ. ഒന്ന് മഞ്ചേരിയിലെ എടക്കരയിലെ പ്രഭാഷണം. ആ പ്രസംഗത്തിലുടനീളം അവരുടെ ഗ്രന്ഥത്തിലുള്ള, അവരുടെ വേദങ്ങളിലുള്ള പഴയതും പുതിയതും നിയമത്തിലുള്ള ലുക്കോസും മാർക്കോസും ഒക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ശംസുൽ ഉലമ ഇടക്കിടക്ക് പറയുന്നൊരു വാചകമുണ്ട്. ഞങ്ങൾക്ക് ആ ഓഡിയോ ശബ്ദം കേട്ടിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുകയാണ്. ഇല്ലെങ്കിൽ വാങ്ങി കേട്ടാൽ ഒരുപാട് ഉപകാരപ്രദമായ പ്രഭാഷണമാണത്. ആ പ്രസംഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് ശംസുൽ ഉലമ പറയും, ഒരു മതവിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഞാൻ പറയാൻ നിർബന്ധിതനായതാണ്, നിങ്ങൾ ആരും വേദനിക്കരുത് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. സ്വാഭാവികമാണ്. ഒരു പ്രസ്ഥാനത്തിന്റെ ഉള്ളഴിയുമ്പോൾ, അതിന്റെ ഉള്ളുകള്ളികൾ മുഴുവനും പുറത്തു വരുമ്പോൾ അതിന്റെ ആളുകൾക്ക് വേദനിക്കും. നിങ്ങൾ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വ്യക്തിഹത്യ ഒരിക്കലും നടത്തിയിട്ടില്ല. മോശകരമായ ഭാഷ പരമാവധി ഉപയോഗിക്കരുതെന്ന് എന്റെ ശപഥമാണ്. എന്നാൽ ഞങ്ങളൊന്നും ആരെയും അങ്ങനെ പറയലൊന്നുമില്ല. ഒരു പ്രസ്ഥാനത്തെ കുറ്റം പറയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. ഖുർആൻ പറഞ്ഞിട്ടില്ലേ, വഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറാ അലാ ശൈ, വഖാലത്തിൽ യഹൂദു വഖാലത്തിൻ നസാറാ ലൈസത്തുൽ യഹൂദു അലാ ശൈ. അത് രണ്ടിനെയും ഗണ്ണിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു രണ്ടും ശരിയല്ല. അല്ലാഹു തആല മക്കത്തെ മുശ്രിക്കുകളെ എത്ര മോശപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഫിർഔന അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാത്തിൽ ഇബാദ് അല്ലതീ ലം യുഖ്ലഖ മിസ്ലുഹാ ബിൽ ബിലാദ് എന്ന് തുടങ്ങിയിട്ട് സർവ്വ എതിരാളികളെയും ഗണ്ണിച്ച വിശുദ്ധ ഖുർആൻ അത് പ്രബോധനത്തിന്റെ ഒരു മാർഗമാണ്. എന്നാൽ ഈ പുസ്തകത്തിൽ ശംസുൽ ഉലമനെ ടിയാൻ എന്ന് എഴുതിയിട്ടുണ്ട്. ടിയാൻ, ശംസുൽ ഉലമനെ പറ്റി ടിയാൻ എന്ന് എഴുതിയത് മാത്രമല്ല, ചുരുക്കത്തിൽ മുല്ലാ മുബാറക്കും 2 മക്കളും മനുഷ്യലോകത്തുള്ള പിശാചുക്കളായിരുന്നു. മുല്ലാ മുബാറക്കിന് മറുപടി അറിയുന്നതിനിടയിൽ പറയാൻ അവർ പിശാച്ചാണെന്ന് എഴുതിയത്. മാന്യമായ വിമർശനമല്ല, പരിധി വിട്ട വിമർശനം. മാത്രമല്ല, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയെ ഈ പുസ്തകത്തിന്റെ 319-ാമത്തെ പേജിൽ പറയാൻ ടിയാൻ ശംസുൽ ഉലമനെ അഭിസംബോധന ചെയ്ത ഭാഷയാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമനെ ക്രിസ്ത്യാനിസത്തിന് മറുപടി പറയാൻ നിർബന്ധിതനായ സമയത്ത് പോലും പറയുന്നതിനിടയിൽ ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ പറയുന്നതല്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ് ഒരു ക്രിസ്തുമത വിശ്വാസിയുടെ മനസ്സിൽ പോലും വേദനയുണ്ടാക്കരുതെന്ന് തന്റെ ഭാഷ അത്രയും മിതപ്പെടുത്തിയ ശംസുൽ ഉലമയെ പറ്റി പറയാൻ ടിയാൻ എന്ന്. അങ്ങനെ എത്ര പ്രയോഗങ്ങളാണെന്നറിയോ. അതുകൊണ്ട് തബ്ലീഗുകാരെല്ലാവരും നല്ല ശുദ്ധ ഭാഷക്കാരാണെന്നൊന്നുമല്ല. അവരുടെ ഗ്രന്ഥങ്ങൾ വളരെ മോശമായ ഭാഷ, ധാരാളം 100 ഉദ്ധരണികൾ ഇതിൽ നിന്ന് വായിക്കാൻ കഴിയും. സമയപരിമിതി കാരണം ഞാൻ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകത്തുക, തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത് വഹാബി പ്രസ്ഥാനത്തിന്റെ മറ്റൊരു രൂപമാണ്. എല്ലാ അർത്ഥത്തിലും വഹാബിസമല്ല, വഹാബി പ്രസ്ഥാനത്തിന്റെ മറ്റൊരു രൂപമാണത്. വഹാബി പ്രസ്ഥാനത്തിന്റെ മറ്റൊരു രൂപമാണ് ജമാഅത്തെ ഇസ്ലാമി. വഹാബി പ്രസ്ഥാനത്തിന്റെ മറ്റൊരു രൂപമാണ് മുജാഹിദ് പോലുള്ള മറ്റൊരു രൂപമാണ് തബ്ലീഗ് ജമാഅത്ത്. വഹാബിസത്തിന്റെ ധാരാളം വിദ്അത്തുകൾ കടന്നുകൂടിയിട്ടുണ്ട്. അതിലില്ലാത്ത വിദ്അത്തുകളും ചിലപ്പോൾ തബ്ലീഗിലുണ്ട്. പല വിഷയത്തിലും സുന്നത്തെ ജമാഅത്തിനോട് മുജാഹിദിനേക്കാൾ യോജിക്കുന്നുണ്ടെങ്കിലും ധാരാളം പിഴച്ച അഖീദകൾ കുത്തി നിറഞ്ഞൊരു പ്രസ്ഥാനമായതുകൊണ്ട് അത് ബിദ്അത്തിന്റെ പ്രസ്ഥാനമാണ്. അവരുടെ ഗ്രന്ഥങ്ങൾ മുഴുക്കെ പഴയതും പുതിയതുമായ ഗ്രന്ഥങ്ങൾ അത് വിളിച്ചു പറയുന്നുണ്ട്. അല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റിദ്ധാരണയുടെ സൃഷ്ടിയാണ്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള തബ്ലീഗുകാർക്ക് ഇതൊന്നും അറിയില്ല.
അവര് നല്ല ദീന് വിചാരിച്ചിട്ട് പാപം നല്ലൊരു പ്രസ്ഥാനമാണെന്ന് വിചാരിച്ച് ഒരു ആത്മീയത ലഭിക്കുമെന്ന് വിചാരിച്ച് അതിൽ സായുജ്യമടയാൻ ശ്രമിക്കുകയാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്, തീർച്ചയായിട്ടും നിങ്ങൾ തെറ്റിദ്ധാരണയിലകപ്പെട്ടതാണ്, വസ്തുത അതല്ല. നിങ്ങൾ വസ്തുത പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ സത്യം ബോധ്യപ്പെടും. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇതിന്റെ മേൽ മർക്കട മുഷ്ടി പിടിച്ച് നിങ്ങൾ ഇതിൽ തന്നെ പിന്തുടർന്നാൽ ഇത് ഭയങ്കരമായ ആപത്താണ്. കാരണം ബിദ്അത്തിനെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബിദ്അത്ത് ഏറി നടന്ന ആൾ അവർക്ക് നാളെ എന്റെ ശഫാഅത്തിൽ സുഹുഖൻ സുഹുഖാ സുഹുഖൻ സുഹുഖാ ഫഇന്നഹും ബദ്ദലൂ ബഅദക യാ ദീനിനെ മാറ്റിമറിച്ച ബിദ്അത്ത് ഉണ്ടാക്കിയ ആളുകൾ, അവരെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറയും സുഹ്ഖൻ സുഹ്ഖാ ബുഅദൻ ബുഅദാ, പോടാ പോടാ എന്ന് പറഞ്ഞ് അവരെ ആട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതാണ് അവരുടെ ഭവിഷ്യത്ത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. തബ്ലീഗ് ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് അതിന്റെ ആളുകൾക്ക് എന്റെ വാക്കുകളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആദർശത്തോടുള്ള ഭദ്രതയാണ്, ആദർശത്തോടുള്ള ശക്തമായ കൂറാണ് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. അതിൽ മാപ്പ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരന്മാരെ, ജമാഅത്തിന്റെ ആശയ വൈകല്യങ്ങളാണ് ബഹുമാനപ്പെട്ട ഇർഫാനിയുടെ ബോധ്യപ്പെടുത്തിയത്. ഇനി അതുമായിട്ട് എന്ത് സംശയങ്ങൾ നിങ്ങൾക്കില്ല, ആർക്കുണ്ടെങ്കിലും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് ചോദിക്കാനുള്ള അവസരമാണ്. ആർക്ക് വേണമെങ്കിലും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇർഫാനിയോട് ചോദിക്കാം. അതിന് ബന്ധങ്ങളുടെ പിൻബലത്തോടുകൂടി വ്യക്തമായ മറുപടി നൽകുന്നതാണ് എന്ന് സദസ്സിനെ. ഞാൻ ഇനി മുഖാമുഖ ചോദ്യോത്തരത്തിലേക്ക് കടക്കുകയാണ്. മണി 9:30 ആയിട്ടുണ്ട്. നമ്മളെ മൈക്ക് പെർമിഷൻ എത്രയാകുന്നു അത്ര നമുക്ക് ചോദിക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇന്നലെ ഒരുപാട് 10-12 മണിയോളം നമ്മൾ മുഖാമുഖം നടത്തിയിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ഒറ്റക്കല്ല, ബഹുമാനപ്പെട്ട അബ്ദുൾ റസാഖ് ദാരിമിയുണ്ടതുപോലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റഹീം ഫൈസിയുണ്ട്, ഇസാഖ് ഫൈസിയുണ്ട്. അവരൊക്കെ ഇൻഷാ അല്ലാഹ് മറുപടി പറയാൻ സന്നദ്ധരാണ്. ഒന്ന്, നമ്മൾ ആരെയും തോൽപ്പിക്കാനും ജയിക്കാനൊന്നുമല്ല, അറിയിക്കാൻ ഈ ഒരു സന്ദേശമാണ്. ചോദിക്കുന്ന ആളുകൾ പരമാവധി ചോദ്യം നീട്ടിപ്പരത്തി ഇങ്ങനെ പറയുന്നതിന് പകരം ആ ചോദ്യം ചുരുക്കിയിട്ട് ഇങ്ങനെ പറയാം, മറുപടി ചുരുക്കിയിട്ട് തന്നെ പറയാം, മനസ്സിലാകുന്ന അത്ര ചുരുക്കിത്തരും. രണ്ടാമത്തത്, ഞാൻ ചോദിക്കുന്ന ആൾ ആരാണ് എന്ന് ലളിതമായി ഒന്ന് പരിചയപ്പെടുത്തുകയും വേണം. മൈക്ക് പോയിന്റിന്റെ അടുത്തേക്ക് വന്ന് പറയണം. ഇതാണ് നമ്മുടെ ചോദ്യോത്തരത്തിന്റെ രീതി. കടലാസിൽ എഴുതിയിട്ട് തരണ്ട, പെണ്ണുങ്ങൾ മാത്രം വേണേ തന്നോളി, ആണുങ്ങൾ നേരിട്ട് ചോദിക്കാം. ഇനി ഇൻഷാ അല്ലാഹ് ഒരു ചോദ്യം ഇല്ലാത്ത പക്ഷം കടലാസ് ചോദ്യവും പരിഗണിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം രണ്ട് ചോദ്യമുള്ളത്. അങ്ങനെ അള്ളാന്റെ റസൂലിനെ പറ്റി പറയാൻ പറ്റൂലേ? പറ്റൂല എന്നാ അതിന്റെ ഉത്തരം. അത് നിങ്ങൾ അംഗീകരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും അംഗീകരിക്കും. അള്ളാന്റെ റസൂലിനെ പറ്റി അങ്ങനെ പറയാനേ പറ്റൂല. എന്നാ അങ്ങനെ എഴുതിയിട്ടുണ്ടോ, അങ്ങനെ തബ്ലീഗുകാർ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് രണ്ടാമത്തെ ഭാഗം അല്ലേ. അത്തഹിയാത്തില് എന്നല്ല, ശരിക്കും ശ്രദ്ധിച്ചോളൂ ആ വരി. സിറാത്തെ മുസ്തഖീം എന്ന് പറയുന്നു. സിറാത്തെ മുസ്തഖീം എന്ന് പറയുന്നു. സിറാത്തെ മുസ്തഖീം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് തബ്ലീഗുകാർക്ക്, ഉറുദുവിലുള്ള പുസ്തകം. ആ പുസ്തകത്തിൽ കൊടുത്ത വരി സുന്നികൾ നുണ പറയുന്നതെന്നാ പറയുക. നിങ്ങൾ കേട്ടോളൂ, ശരിക്കും കേട്ടോളൂ. ആ പുസ്തകത്തിൽ നമ്മൾ ഉദ്ധരിക്കുന്ന ആ വരി
ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിലുള്ള ഈ പുസ്തകത്തിൽ ഉറുദു കൊടുത്തിട്ട് അതിന്റെ അർത്ഥം കൊടുത്തിട്ട് അതിന് മറുപടി പറയുന്നുണ്ട്. അപ്പോ ആ വരി എന്താന്ന് ഞാൻ വായിക്കാം. നമ്മൾ പറയുന്ന വരി മലയാളത്തിൽ നിന്ന് വായിക്കാം കേട്ടോളൂ. ഇരുളുകളിൽ ചിലതിന് മുകളിലാണെന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ദുലുമാത്തുൻ ബഅദുഹാ ഫൗക ബഅദ് എന്നുള്ള ആയത്താണ്. ഇരുളുകളിൽ നിന്ന് ചിലതിന്റെ മേലിലാണെന്ന് പറയുന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമസ്കാരത്തിൽ ആയിരിക്കവേ കേട്ടോളൂ, ഒരാൾ തന്റെ ഭാര്യയുമായുള്ള സമ്പർക്കത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വ്യഭിചാര ചിന്തയേക്കാൾ ഭേദപ്പെട്ടതാണ്. ഒരാൾ തന്റെ ആത്മീയ ഗുരുവിന്റെയോ അത്തരത്തിലുള്ള മറ്റു മഹത്തുക്കളുടെയോ ഭാഗത്തേക്ക് തന്റെ ചിന്തയെ പൂർണ്ണമായി തിരിച്ച് അതിൽ മാത്രം ഒഴുകൽ അത് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ചാണെങ്കിലും ശരി, തന്റെ കാള കഴുത എന്നിവയെ കാള കഴുത എന്നിവയുടെ ചിന്തയേക്കാൾ മോശമാണ്. ഇത് ഉറുദുവാണ്, ഞാൻ വായിച്ചുതരാം. വേണം. സിറാത്തെ മുസ്തഖീം എന്ന പുസ്തകത്തിൽ എഴുതിയ ആ ഉറുദുവിന്റെ വരി ഇതിൽ പകർത്തി കൊടുത്തിട്ട് അതിന്റെ അർത്ഥം കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഇന്നൊക്കെ എന്താ മനസ്സിലായത്? അള്ളാഹുവിന്റെ റസൂൽ അടക്കമുള്ള ആരാണെങ്കിലും നിസ്കാരത്തിൽ അവരെ ഓർമ്മിക്കുന്നതിനേക്കാളും നല്ലത് കാളയോ കഴുതയോ ഓർമ്മിക്കലാണ് എന്നാണിത്. അപ്പൊ സ്വാഭാവികമായും അവിടെ ഒരു ചോദ്യമുണ്ട്. അത്തഹിയ്യാത്തിൽ അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ നബിനെ ഓർമ്മിക്കണ്ടേ? അവിടെ അങ്ങനെ വരൂലേ എന്ന് വ്യാഖ്യാനം പറയുന്നത്. അത്തഹിയ്യാത്തിൽ ഓർമ്മിക്കാന്നല്ല പുസ്തകത്തിലുള്ളത്. ഇത് തെറ്റാണ്. ഇത് തബ്ലീഗുകാരൻ എഴുതിയതാണ്, ഖിറാഅത്തെ മുസ്തഖീമിൽ എഴുതിയതാണ്. ഇല്ലെന്ന തബ്ലീഗുകാരൻ പല സ്ഥലത്തും പറഞ്ഞു നടക്കാറുണ്ട്. ഇതിന് വിശദീകരിക്കുന്നുണ്ട്, പിന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്. വ്യാഖ്യാനം അടക്കട്ടെ, എഴുതിയിട്ടുണ്ടോ ഇല്ലേ? ഉണ്ട്. നിങ്ങളത് ചോദിക്കുന്നറിയാം. അതാ എന്റെ പ്രസംഗത്തിൽ ഞാനത് മാറ്റിവെച്ചത്, ചോദിക്കാൻ പറയാൻ കരുതിയിട്ട്. സിറാത്തെ മുസ്തഖീമിന്റെ ഒറിജിനൽ ഉദ്ധരണി എന്റെ കയ്യിലുണ്ട്. അതൊന്ന് വായിക്കണ്ട, മലയാളത്തിൽ കൊടുത്തതാ. ഒന്നും കൂടി വായിക്കട്ടെ മലയാളം. കേട്ടോളൂ, നിങ്ങൾ ശരിക്കും പഠിച്ചോളൂ. ഇരുളുകളിൽ ചിലതിന്റെ മുകളിലാണെന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമസ്കാരത്തിൽ ആയിരിക്കവേ ഒരാൾ തന്റെ ഭാര്യയുമായുള്ള സമ്പർക്കത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വ്യഭിചാരത്തിന്റെയേക്കാൾ ഭേദപ്പെട്ടതാണ്. ഒരാൾ തന്റെ ആത്മീയ ഗുരുവിന്റെയോ അത്തരത്തിലുള്ള മറ്റു മഹത്തുക്കളുടെയോ ഭാഗത്തേക്ക് തന്റെ ചിന്തയെ പൂർണ്ണമായി തിരിച്ച് അതിൽ മാത്രം ഒഴുകൽ അത് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ചാണെങ്കിലും ശരി, തന്റെ കാള കഴുത എന്നിവരുടെ ചിന്തയേക്കാൾ മോശമാണ്. നിങ്ങളറിയോ, ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് മുജദ്ദിദ് അൽഫസാനിയുടെ അൽ ഫത്ഹുർ റബ്ബാനി എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥം തസവുഫിന്റെ ഗ്രന്ഥമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ശൈഖിന്റെ മുരീദാണെങ്കിൽ നിസ്കാരത്തിൽ ശൈഖിനെ ഹാജറാക്കണമെന്ന് മുജദ്ദിദ് അൽഫസാനി വളരെ കൃത്യമായി എഴുതിയത് ഉറുദുവിലുള്ള പുസ്തകവും അറബിയിൽ അതിനെ പരിഭാഷപ്പെടുത്തിയിട്ടുമുണ്ട്, അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുമുണ്ട്. ആ മുജദ്ദിദ് അൽഫസാനിയെയും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തെയും ഈ പുസ്തകത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വളരെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിസ്കാരത്തിൽ ശൈഖിനെ ചിന്തിക്കാനുള്ള തസവുഫിനൊരു കായികയാണ്. തസവുഫ് അറിയാത്ത കുറച്ച് ആളുകൾ ഇപ്പൊ തസവുഫിനെ വിമർശിക്കുന്നുണ്ട്. കിതാബ് വായിക്കണം. ഇമാം ഷഹറാനിയുടെ കിതാബെങ്കിലും ചുരുങ്ങി വായിക്കണ്ടേ? മുജദ്ദിദ് അൽഫസാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ മുക്തകണ്ഠം ഈ പുസ്തകത്തിൽ പ്രശംസിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ശൈഖിന്റെ മുരീദ് നിസ്കാരത്തിൽ ശൈഖിനെ ആലോചിക്കണം. ആ ആലോചന പറ്റി പറയാം. ആ ശൈഖ് റസൂൽ തന്നെയാണെങ്കിലും അതിനേക്കാൾ നല്ല കാളനെ ആലോചിക്കലാണ്, കഴുതനെ ആലോചിക്കലാണ്. ഇതിൽ കൊടുത്ത പദ കാള കഴുത ഗദ്ദ എന്ന പദം ഇതിൽ കൊടുത്ത പ്രയോഗം. ബൈൽ ഔർ ഗദ്ദേ, കഴുതയോ കാളയെയോ എന്നതിൽ പ്രയോഗിച്ചതാണ്. സംശയം തീർന്നോ ഇല്ലേ? അല്ല, ഇത് ക്ലിയർ ആയി. ഞങ്ങളെ പറഞ്ഞ അങ്ങനെ വിശ്വാസമായ പറഞ്ഞിട്ട് നിങ്ങളെ തോൽപ്പിക്കാനൊന്നുമല്ല, വിശ്വാസമായ അന്നായിന്ന് മേക്ക് പറഞ്ഞട്ടെ. കാരണം ഇത് ബൈലക്സ് ക്ലാസ് റൂമിൽ ലോകം കേൾക്കുന്നുണ്ട് ഈ പരിപാടി. അതുകൊണ്ട് ആയിക്കോട്ടെ. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. നമ്മുടെ നാട്ടിലെ വഹാബികൾക്ക് ഒരു സ്വഭാവമുണ്ട്. അവർ പറയണത് മക്കാമ് കെട്ടൽ ശിർക്കാണ്, മക്കാമിൽ പോയി തേടൽ ശിർക്കാണ്, മമ്പുറത്ത് പോകൽ ശിർക്കാണ്, അവിടുത്തെ പുണ്യം പ്രതീക്ഷിക്കൽ ശിർക്കാണ്. ആരാ പോയത്? ഒന്ന് നമ്മളെ
പിന്നെ ബഹുമാനപ്പെട്ട ഹൈദരി ഉസ്താദ് അൻവർ ഹൈദരി പോയി, മമ്പുറത്ത് പോയി. മമ്പുറത്ത് പോകുന്ന ആളാ. അപ്പൊ മൂപ്പർ ചെയ്ത എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വാഭാവികമായ റിസൾട്ട് മൂപ്പര് മുശ്രിക്കാണെന്ന. എന്നാൽ മൂപ്പര ബേക്കിൽ വന്ന് തുടരുന്ന നിസ്കരിക്കുകയും ചെയ്യും. മുശ്രിക്കിനെ ആരെങ്കിലും തുടരുവോ? മുശ്രിക്ക് അർത്ഥം തിന്നാൻ പറ്റുമോ? മുശ്രിക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ രാമൻ, നമ്മളെ രാമാട്ടൻ, നമ്മളെ അയൽവാസിയാണ്, നമ്മളെല്ലാം നിലക്കും ആദരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മതപരമായി അമ്പലത്തിൽ നമ്മളും പോകാറില്ല. രാമാട്ടന്റെ പള്ളിയിലേക്ക് നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് വരെ രാമാട്ടാന്ന് പറഞ്ഞ് കൊണ്ടുവരാറില്ല. എന്നാൽ മഗ്‌രിബ് നിസ്കാരത്തിന് രാമാട്ടനെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഇമാമക്ക് ഞാൻ മാമുമാകാൻ ആരെങ്കിലും പറയുക. ഇത് വഹാബികളുടെ ഒരു വൈരുദ്ധ്യമാണ്. ഇതിന് സമാനമായി ലളിത ഭാഷയിൽ പറഞ്ഞാൽ ഇതിന് സമാനമായൊരു വൈരുദ്ധ്യം തബ്ലീഗുകാരിൽ അറിയായ്മ കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് പെട്ടിട്ടുണ്ട്. തബ്ലീഗ് ജമാഅത്തിന്റെ ആശയ സ്രോതസ്സുകൾ, അവരുടെ നേതാക്കൾ, അവരെഴുതിയ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ഉടനീളം ഞാനിവിടെ വായിച്ചു. ഇതിലെവിടെയെങ്കിലും ഞാൻ ഈ പറഞ്ഞ നുണയാണെന്ന് നിങ്ങൾ ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ പരിശോധിക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. പുസ്തകം വേണേ വന്നിട്ട് കാണാം, അല്ലെങ്കിൽ ഞാൻ വായിക്കുന്ന പേജ് സ്ക്രീനിൽ നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാൻ കാണിച്ചു തരും. എല്ലാവർക്കും വായിക്കാൻ. ഇനി പുസ്തകം തന്നെ ഒറിജിനൽ വേണം അങ്ങനെ വായിക്കാം. ഞാൻ സ്ക്രീനിലൊന്നും കാണിക്കാത്തത് ഒറിജിനൽ തന്നെ വായിക്കാന്നുള്ള നിലക്ക് ഫോട്ടോസ്റ്റാറ്റ് പോലെ അപ്പുറം മാറ്റി വെച്ച് ഒറിജിനൽ പുസ്തകം എടുത്ത് വായിക്കാൻ. രണ്ടും ഒന്ന് തന്നെയാണ്. അത്രയും അവർ ഈ മൗലിദിനെ പറ്റി എഴുതി വെച്ചതാണ്. ഇത് കള്ളക്കഥയാണ്, കള്ളചരിത്രമാണ്, ഇത് കളവിലേക്ക് ജനങ്ങളെ ഖുർആൻ എന്ന് വഴിതിരിച്ചു വിടുകയാണ്, ഇത് ചെയ്യൽ തെറ്റാണ്, റബീഉൽ അവ്വൽ മാസം പുണ്യമുണ്ടെന്ന് കരുതിയാൽ പ്രത്യേകം തെറ്റാണ് എന്നൊക്കെ റബീഉൽ അവ്വലിന്റെ മൗലിദിനെ പറ്റി എഴുതിയ, മാത്രമല്ല ക്രിസ്ത്യാനികളുടെ ക്രിസ്തുമതത്തിൽ നിന്ന് കടന്നു വന്ന ആദർശമാണെന്ന് ഖുർആൻ വ്യാഖ്യാനത്തിൽ പോലും, പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൽ പോലും വളരെ വ്യക്തമായി എഴുതിയത് ഞാൻ വായിച്ചു. ഇതൊക്കെ തബ്ലീഗിന്റെ നേതാക്കൾ എഴുതി വിടുകയും ചെയ്യുക. ഇവരാണ് ഇതിന്റെ നേതാക്കൾ ആകുകയും ചെയ്യുന്നു എന്ന രീതിയിൽ അനുയായികളായ ആളുകൾ മൗലൂദ് ചെല്ലുമ്പോൾ സ്വാഭാവികമായും എന്താ സംഭവിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ തവളന്റെ കഥയാണിത്. പച്ചവെള്ളത്തിലാ തവളയുള്ളത്. മെല്ലെ മെല്ലെ ചൂടാവും. ചൂട് നല്ലോണാവുമ്പോൾ പിന്നെ തവളക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല, കൈകാലുകൾ കുഴയും എന്നതുപോലെ തബ്ലീഗ് മൂത്ത് വന്നാൽ ഇതൊക്കെ നിൽക്കും. അങ്ങനെയായിരിക്കും സംഭവിക്കുക. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നേതാക്കളെ പിന്തുടരുന്നത്? മൗലൂദ് ചെല്ലുന്ന, ഖാത്തീബ് ചെല്ലുന്ന, സർവം ചെല്ലുന്ന തബ്ലീഗ് പിന്നെ എന്തിനാ അവരെ ബേക്കിൽ പോണത്? അവർ പറയുന്നത് ചെല്ലാൻ പാടില്ല, എന്നിട്ട് നമ്മൾ ചെല്ലുന്നു, എന്നിട്ട് അവരെ ബേക്കിലും. ഒന്നും കൂടി ചിന്തിച്ചു നോക്കൂ. തബ്ലീഗിന്റെ നേതാക്കൾ പറയുന്നത് ചിലർക്ക് കുറ്റമാണ്, വിദഗ്ധാണ്, ശിർക്കാണ്, അത് ക്രിസ്തുമതത്തിൽ നിന്ന് കടന്നു വന്നതാണ്. എന്നിട്ട് നമ്മളാകുന്ന തബ്ലീഗുകാർ ചെല്ലുന്നു, എന്നിട്ട് ഞങ്ങൾ അവരെ ബേക്കിൽ തന്നെ പോവുകയും ചെയ്യുന്നു. ഇതിന്റെ പേരിൽ വൈരുദ്ധ്യം തന്നെ. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് ഞങ്ങൾക്ക് അവിടെ പറയാനുള്ളത്. ഇത് തബ്ലീഗുകാർ എഴുന്നേറ്റ് വന്ന് പ്രതികരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തബ്ലീഗുകാർ വന്നിട്ട് എന്തെങ്കിലും ഒരു മറുപടി, ഞങ്ങൾ ആ പറഞ്ഞതാ ശരിയല്ല, ഈ പറഞ്ഞതാ ശരിയോ എന്ന് പറയുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളെ ചോദ്യകർത്താവ് നിങ്ങൾ മുമ്പിലെ കസാലയിൽ വന്നിരുന്നിട്ട് ചോദിച്ചാലേ അതല്ലേ എന്നെ മര്യാദ. നിങ്ങളുടെ പേര്, നാട്? അപ്പം എൻ്റെ വന്യ സുഹൃത്ത് മെഹബൂബ് സാഹിബ് 19-ാം മൈൽ ചോദിച്ച ചോദ്യം വളരെയേറെ ശ്രദ്ധേയമായൊരു ചോദ്യമാണ്. അതെൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചോദ്യമാണ്.
സ്വാഭാവികമായും പല ആളുകളുടെയും മനസ്സിൽ ഈ ചോദ്യം ഉണ്ടാകും. അതിന് കാരണം നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള സ്വഭാവം അങ്ങനെയായി എന്ന മെഹബൂബ് അനുമാനമാണെന്ന് പറഞ്ഞത് അനുമാനമല്ല. ആളുകളുടെ നിലപാട്, ആളുകളുടെ സ്വഭാവ രീതി അങ്ങനെയായി മാറിയിട്ടുണ്ട്. അതിനാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത്. കഴിഞ്ഞ മാസം വരെ 400 കൊല്ലം പഴക്കമുള്ള ഒരു പള്ളിയുടെ പരിസരത്ത് ഇന്നേ വരെ നടന്നു വന്നൊരു സ്വഭാവം കഴിഞ്ഞ മാസത്തിന് ഇപ്പുറം അത് മാറ്റി. തളിപ്പറമ്പിൽ ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയിരുന്നു അതിന് വിശദീകരണം നൽകാൻ വേണ്ടി. അപ്പൊ അത്രയും പഴക്കമുള്ള ഒരു പാരമ്പര്യം അവിടെ വരെ മാറ്റിയത് നേരത്തെ തന്നെ നമ്മൾ 19-ാം മേലൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ട് എന്നായിരിക്കും നിങ്ങൾ പറഞ്ഞത്. അതായത് മയ്യത്ത് ഖബറിൽ വെച്ചാൽ അതിന്റെ മേലെ 3 പലകകൾ പാകിയാൽ മണ്ണ് വാരിയിടുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുകൾ 3 വാരൽ വാരിയിടണം. ദൂരെ നിൽക്കുന്ന ആളുകൾ അത് വാരിയിടാൻ വേണ്ടി പ്രത്യേകം അവിടെ വരണമെന്നൊന്നുമില്ലല്ലോ. ഇവിടെ മാറിക്ക് ഞാൻ വന്നിടട്ടെ എന്ന് പറയൽ പ്രത്യേക സുന്നത്തൊന്നും ഇല്ല എന്നാണ് പ്രബലം. അങ്ങനെ വന്നാലും സുന്നത്തുണ്ട് എന്ന് പറഞ്ഞ ഇമാമുകളോട് ഇരിക്കട്ടെ, ആ തർക്കത്തിലേക്കൊന്നും നമ്മൾ പോകണ്ട. അങ്ങനെ മണ്ണ് വാരിയിട്ടതിന് ശേഷം മറമാടൽ പൂർണ്ണമായതിനു ശേഷം മറമാടൽ പൂർണ്ണമായതിനു ശേഷം തൽഖീൻ ചെല്ലണം. തൽഖീൻ ചെല്ലിയതിനു ശേഷം മയ്യത്തിന് ആളുകൾ പിരിഞ്ഞു പോകുന്ന സമയം. ആ സമയത്താണ് മലക്കുകൾ വരിക. മലക്കുകൾ വരുന്ന സമയത്ത് അവരോട് ചോദ്യം ചോദിക്കാനാ വരിക. മലക്കുകളുടെ ഭീതിജനകമായ വേഷം, വിധാനം, അവരുടെ ചോദ്യ സ്വരങ്ങൾ അതൊക്കെ കേടുമ്പോൾ സ്വാഭാവികമായും മയ്യത്ത് പേടിച്ചു പോകും. ആ സമയത്ത് ഫസലൂലഹു തസബ്ബുത്ത്, മയ്യത്തിന് ചോദ്യത്തിന് ഉത്തരം പറയാൻ, പിടിച്ചു നിൽക്കാൻ, പതറിപ്പോകാതിരിക്കാൻ നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ദുആരക്കണേ. സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ. ഇതാണ് തസ്ബീത്ത്. അപ്പോ മണ്ണ് വാരിയിട്ടു, തൽഖീൻ പൂർത്തിയായി, ശേഷം മയ്യത്തിന് വേണ്ടി ദ്വാരക്കുന്ന തസ്ബീത്ത്, മയ്യത്തിനെ പിടിച്ചു നിർത്തുക, അതിനുവേണ്ടി ദ്വാരം കൊടുക്കാൻ നടത്തും. മഹാനായ സഹാബി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തതും അങ്ങനെയാണ് മക്കളോട്. ഖദറമാ യുൻഹദുൽ ജസൂറുൻ വയുഖ്സമു ലഹ്മുഹാ, ഒരു ഒട്ടകത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യാൻ എത്ര പീരീഡ് എടുക്കും, എത്ര സമയമെടുക്കും, അത്ര സമയം നിങ്ങൾ എന്റെ ഖബറിന്റെ അടുത്ത് നിൽക്കാതെ പോകല്ലേ എന്ന് അംർ ഇബ്നുൽ ആസിന്റെ വസിയത്ത് ഇമാം മുസ്ലിം ലോകത്ത് വിശ്രുതനായ ഇമാം മുസ്ലിം മാ അലൽ അർളി അസഹ്ഹ മിൻ കിതാബി മുസ്ലിം ബഅദ കിതാബില്ലാഹി തആല, അല്ലാഹുവിന്റെ ഖുർആനിന് ശേഷം വളരെ പ്രഗൽഭമായ ഗ്രന്ഥം സഹീഹ് മുസ്ലിം എന്ന് മുസ്ലിം ലോകം രേഖപ്പെടുത്തിയ സഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം അംർ ഇബ്നുൽ ആസ് എന്ന സഹാബിന്റെ വസിയത്ത് ഉദ്ധരിക്കുന്നു. ഇതാണ് അതിന്റെ രൂപം. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അപ്പൊ ഈ മയ്യത്ത് മണ്ണൊക്കെ മറവാടി മണ്ണ് പൂർത്തിയാകുന്നത് വരെ ആളുകൾ വെറുതെ നിൽക്കണ്ടല്ലോ. ഖബറിന്റെ അടുത്ത് ഖുർആൻ ഓതിയാൽ നല്ലല്ലേ? അപ്പൊ ഫാത്തിഹ വിളിച്ച് ഖുർആൻ ഓതുക, യാസീൻ ഓതുക, തബാറക ഓതുക, റഅദ് ഓതുക, ഖുർആനിലെ മറ്റു സൂറത്തുകൾ ഓതൽ അത് മയ്യത്തിന് നല്ലതാണ്. എന്തുകൊണ്ട്? ഖബറും പുറത്തു വെച്ച ഈത്തപ്പന മടലിന്റെ തസ്ബീഹ് ഖബറാളിക്ക് ഉപകാരം ലഭിക്കുമെങ്കിൽ ഒരു മുഅ്മിനിന്റെ ഖുർആനോത്ത് കൊണ്ട് എന്തായാലും ഉപകാരം ലഭിക്കുമെന്നല്ലേ അവർ അതും ചൊല്ലും. അതാണ് മുസ്ലിം ലോകം ആചരിച്ചു വരുന്നത്. എന്നാൽ വഹാബിയത്ത് അതൊക്കെ മാറ്റിമറിച്ചു. അവരെന്ത് ചെയ്തു? തൽഖീനെ കൊന്നു. അത് ട്യൂഷനാ മയ്യത്തിന്. എന്തിനാ ട്യൂഷൻ കൊടുക്കണമെന്നാ ചോദിക്കല്. എന്നിട്ട് തൽഖീനെ കൊന്നു. എന്നിട്ടോ ഈ ഖുർആനോത്തിലും ഇവിടുന്ന് കൊല്ലണം. അതിന്റെ സ്ഥാനത്ത് അവിടെ അല്ലാഹുമ്മ സബ്ബിത്ഹു എന്ന് ചൊല്ലുക. ഇവിടെ ഈ ചൊല്ലൽ, ഈ ദിക്റുകളുണ്ടല്ലോ, ഈ വാചകങ്ങൾ, ഈ വാചകങ്ങൾ ഒരൊറ്റയൊന്നും ഹദീസിൽ വന്ന വാചകമൊന്നുമല്ല. ഒരൊറ്റ ഹദീസിലും കാണാൻ സാധ്യമല്ല എന്ന് വിചാരിച്ച് ദ്വാരക്കുന്നൊക്കെ ഹദീസിൽ വരണമെന്നല്ലേ പറയണത്. ഇതിങ്ങനെ ചൊല്ലുന്ന കേൾക്കുമ്പോൾ വിചാരിക്കും വഹാബികൾ ഹദീസിൽ വന്നല്ലേ ചൊല്ലുള്ളൂ. ഹയ്യും കയ്യൂമൻ ഫൂഹ് അല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് ദിക്റിനെ പരിഹസിക്കുന്നവരായി ഇവർ. ഹദീസിൽ വന്നിട്ടില്ല എന്നാ. എന്നാൽ വഹാബികളുടെ നിലപാട് പ്രകാരം ഇത് ചെല്ലാൻ പാടില്ല. കാരണം ഇത് ഹദീസിൽ വന്ന ദിക്റല്ല. ഇവിടെ ഇത് ചെല്ലേണ്ട സമയവുമല്ല. മയ്യത്തിനു വേണ്ടി ദ്വാരക്കുകയാണ് വേണ്ടത്. ആ ദ്വായിൽ നിങ്ങൾ ചൊല്ലുന്ന തസ്ബീത്തുമാവാം. ആ ദ്വാ വേണ്ടത് തൽഖീനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വേണ്ടത്. അതാണ് പണ്ട് കാലൊക്കെ ചെയ്യല്. ഇന്നത് മാറി വന്നു. അറിയാതെ നമ്മളെ ആളുകൾ അതിൽ പെട്ടു. മയ്യത്തങ്ങ് വെച്ച് തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളറിയ അടുത്ത് ഞാൻ നാടും പേരൊക്കെ പറഞ്ഞാൽ അവർക്ക് മോശമാവും. അന്താക്കിയക്കാരെ പറ്റി ഖുർആൻ ഇറങ്ങിയപ്പോൾ അന്താക്കിയക്കാർക്ക് മോശമായിട്ടില്ലേ? മയ്യത്ത് കൊണ്ടുപോയിട്ട് ഏതാണ്ട് പള്ളിന്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ തുടങ്ങണം അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. എന്റെ കൊതേരി ഉസ്താദ് അബ്ദുൾ ഫൈസിയും സാക്ഷിയായിരിക്കും. ഞങ്ങളൊരു സുഹൃത്തിന്റെ ബാപ്പ മരണപ്പെട്ടപ്പോൾ പോയത്. മയ്യത്ത് ഒരുപാട് പോകാനുണ്ട് മറവ് ചെയ്യാൻ പള്ളിന്റെ അടുത്ത്. ഇപ്പൊ 19-ാം മൈലുള്ള ഒരു പാലോട്ടുള്ളിലല്ലേ കൊണ്ടുപോവാ. നടന്ന് കുറെ ലായിലായിപ്പം അടുത്തപ്പോ പിന്നെ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ അവിടെ തുടങ്ങി. മനസ്സിലായിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലും തുടങ്ങും. കാരണം ഈ ലായിലാകളിൽ എങ്ങനെയെങ്കിലും നിർത്തിക്കിടന്ന വഹാബിയൊക്കെ ഉണ്ടാവും. അങ്ങനെ വന്നതാണ്. അതുകൊണ്ട് പൊന്നു സുഹൃത്തിനോട് പറയാം, എന്റെ പ്രിയപ്പെട്ട മെഹബൂബ് എന്ന സുഹൃത്തും
തുല്യരായ ചിന്തക്കാരായ മറ്റാളുകളോട് പറയാം. ശരിക്കും അവിടെ വേണ്ടത് മയ്യത്തിനെ ഖബറിൽ വെച്ചതിന് ശേഷം മൂടുക വലക വാരി മണ്ണ് വാരിട്ടതിന് ശേഷം അത്രയും പീരീഡ് ഖുർആൻ കൊണ്ടോ ദിക്ർ കൊണ്ടോ നമുക്ക് ശുഗലാവാം. അങ്ങനെ മയ്യത്ത് മറവാടി പൂർത്തിയായതിനു ശേഷം മയ്യത്തിന് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുക. അബൂ ഉമാമത്തുൽ ബാഹിലിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന തൽക്കീന്റെ വാചകം പോലും വന്നിട്ടുണ്ട്. അത് ഓർമ്മ ഉണ്ടാവില്ല, എപ്പോഴും തൽക്കീൻ ചെല്ലുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് മൊല്ലാക്ക് ചിലപ്പോൾ കടലാസിലെടുത്തു വരും, അതിന് കുറ്റമൊന്നുമില്ല. ഖുർആൻ കടലാസ് നോക്കിയൊന്നുമില്ലേ, അതിന് കൂലി കൂടുതലല്ലേ കിട്ടുക, അറിയെങ്കിലും കൂലി കൂടുതൽ കിട്ടും എന്നതുപോലെ. അങ്ങനെ തൽക്കീൻ കഴിഞ്ഞ ശേഷം മയ്യത്തിന് ദുആ എടുക്കണം. ആ ദുആന്റെ ഭാഗമാണ് നിങ്ങൾ ചൊല്ലുന്ന അല്ലാഹുമ്മ സബ്ബിത്തോ ചൊല്ലിയാലോ ദുആ. പക്ഷെ അതന്നെ പറയണമെന്നൊന്നുമില്ല. മനസ്സിലായി പറഞ്ഞത്? നിങ്ങൾ എന്റെ മറുപടിയെ സംതൃപ്തനല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോളം പറയാം, തീർത്തിട്ടേ നിങ്ങൾ പോകണ്ടുള്ളൂ. മൈക്ക് കൊടുക്കും. മുസ്ലിമായ ഒരു വ്യക്തിയുടെ കീഴിൽ വെച്ച് നിസ്കരിക്കാൻ നിസ്കാരം ശരിയാവുമോ ഇല്ലേ? നമ്മള് തുടക്കം മുതലേ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇവിടെ വന്നിരുന്ന് പറയാന്നുള്ള അല്ലേ നമ്മൾ പറഞ്ഞത്. ഒന്നിനും അല്ല, നിങ്ങളൊന്നും ചെയ്യാനൊന്നുമല്ല. പക്ഷെ ഇവിടെ ചോദ്യം കഴിഞ്ഞിട്ടില്ല, മൂപ്പർക്ക് മെയ്ക്ക് കൊടുക്കുക അതല്ലേ വേണ്ടത്. ഇത് സംഘാടകരാരാ? മെയ്ക്ക് പിടിക്കുന്ന സംഘാടകർ. സയ്യിദ് ഫൈസി ഒന്ന് ശ്രദ്ധിക്കത്. അതായത് ഒരു ചോദ്യകർത്താവിന്റെ ചോദ്യം ക്ലിയർ ചെയ്തിട്ടല്ലേ നമ്മൾ അടുത്തത്. മെഹബൂബ് എന്ന് പറയുന്ന 19ാം എഴുതുകാരനായ എന്റെ സുഹൃത്ത് അദ്ദേഹത്തിന്റെ ചോദ്യം ക്ലിയർ ചെയ്യട്ടെ, എന്നിട്ട് മതി അടുത്തത്. പിന്നെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ വന്നാല് ഈ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചുള്ള ഒരു സമഗ്രമായ പഠനത്തിന്റെ CD, ഇതിന്റെ ഈ ചേർത്ത ഞാൻ വായിച്ച ഉദ്ധരണികളൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു CD, അതിന്റെ സർവീസ് ചാർജിന് മാത്രം ഒരു 30 രൂപക്ക് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അത് വേണ്ട ആളുകൾക്ക് അത് ഒന്ന് വാങ്ങണം എന്ന് പ്രത്യേകം അറിയിക്കാം. അങ്ങനെ ചോദ്യം പറയും. അല്ല, അത് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അത് ഓക്കെ, അല്ലെങ്കിൽ ഇത് തീർത്തിട്ടേ പോകാവൂ. ആ ഒന്നുകളിൽ പോലും മാത്രമാണ് ഈ തസ്ബീഹ് പ്രധാനപ്പെട്ട. അതുപോലെ തന്നെ നമ്മുടെ പള്ളി ഉസ്താദന്മാർ അവർ എഴുതിക്കൊണ്ട് വരുന്നത് തസ്ബീഹ് മാത്രം. അത് ഈ തബ്ലീഗ് പറ്റി ആശയത്തോട് നമ്മുടെ ഇന്ത്യയാണ് പോയത്. നമ്മുടെ സുന്നിസ്ഥാനോ പണ്ഡിതന്മാർ ഇതിനൊരു ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട് എന്നാണ് ഇതോടെ തന്നെ സംശയം. ഇതും കൂടി തീർന്നാൽ മെഹബൂബിന്റെ സുന്നസം ക്ലാരിറ്റി കൂടുമെന്ന് മനസ്സിലാകുകയാണ്. അപ്പോ അദ്ദേഹം ചോദിക്കുന്നത്, ഉസ്താദ് എഴുതിക്കൊണ്ടിരുന്നത് തസ്ബീത്തല്ല തൽക്കീനാണ്. തസ്ബീത്ത് ഉസ്താദിനെ കാണാണ്ട് അറിയാം, കാരണം ബുക്കിലെല്ലാം എഴുതിയതുകൊണ്ട്. ഉസ്താദ് കബറും പുറത്തേക്ക് ചെല്ലാൻ എഴുതിക്കൊണ്ടിരുന്നത് തൽക്കീനാണ്. തൽക്കീന് കുറേ ഉണ്ട്. ചില ആളുകൾ മനഃപ്പാടമാക്കിയിട്ടുണ്ടാവില്ല, ചില മനഃപ്പാടമാക്കിയാൽ തന്നെ സ്ഥിരം ഉപയോഗിക്കുന്നതല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മറന്നുപോകും അങ്ങനെ ആളുകൾ. എന്നാൽ കാണാതെ ചെല്ലുന്ന എത്രയോ ആളുകളും വേറെയുണ്ട്. എന്നാൽ നമ്മളിവിടെ പറഞ്ഞത് മയ്യത്തിന് വേണ്ടി ദുആരക്കുക എന്നതാണ് തസ്ബീത്ത്. ഫസലൂലഹു തസബ്ബുത്ത്. മയ്യത്തിന് ചോദ്യ സമയത്ത് പതറാതിരിക്കാൻ വേണ്ടി, പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ദുആ. ആ ദുആയിൽ അല്ലാഹുമ്മ സബ്ബിത്തു ഇൻദ സുആൽ അൽഹിമുൽ ജവാബ് ജാബൽ ഖബറൽ ജംബി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് ദുആയിരുന്നാലും ആ ദുആയിൽ പെടുത്താം എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം വിഷയം. ഇത് മയ്യത്തിന് വേണ്ടി ഒരു ദുആയാണ്. ഈ ദുആ ഹദീസിൽ വന്ന ദുആയൊന്നുമല്ല. തബ്ലീഗാറല്ല, വഹാബികൾ എല്ലാവരും മുജാഹിദുകളൊക്കെ ചെല്ലുന്ന മുജാഹിദുകളാണ് ഇതിന്റെ സ്ഥാപകര്. ഇത് ഹദീസിൽ വന്നതല്ല, ഒറ്റ ഹദീസിലും ഇതില്ല. എന്നാൽ ഹദീസിൽ വന്നതേ ദിക്റും ദുആവും ആകാവൂ എന്ന് വാദിക്കുന്ന വഹാബികൾക്ക് ഇത് ചെല്ലാൻ പാടില്ല. നേരെ മറിച്ച് മയ്യത്തിന് വേണ്ടിയുള്ള ദുആയിൽ ഇത് പെടുത്താം എന്ന നിലക്ക് മയ്യത്തിന്റെ ഒരു ദുആ ആയിട്ട് വേണം ഇതിനെ പെടുത്താം. ആ ഭാഗമായി അതിനെ ചേർക്കാം. മയ്യത്തിന് വേണ്ടി ദ്വാരക്കൽ, അതിനെ ദ്വാരക്കേണ്ട സമയം ദഫനൊക്കെ പൂർത്തിയായതിനു ശേഷമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ വാചകം ചെല്ലൽ കുറ്റാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, ശരിക്കും ശ്രദ്ധിക്കണം. ഒന്നും കൂടി പറയാം, ഈ വാചകങ്ങൾ ഹദീസിൽ വന്നതല്ല, ഒരു ഹദീസിലും അങ്ങനെ ഇല്ല. ഹദീസിൽ വന്നതേ ദിക്റും ദുആവും ആകാവൂ എന്ന് വാദിക്കുന്ന വഹാബികൾക്ക് ഇത് ചെല്ലാൻ തെളിവില്ല. രണ്ടാമത്തത്, ഇത് മയ്യത്തിന് വേണ്ടിയുള്ള ദുആഇന്റെ ഭാഗമാണ്. കാരണം ഇതിലുടനീളം ദുആയാണ്. മയ്യത്തിന് വേണ്ടി ദുആ ഇരിക്കണം. എപ്പോഴാണ് ദുആ ചെയ്യേണ്ടത്? ബഅദ തമാമി ദഫൻ, ദഫനൊക്കെ കഴിഞ്ഞ് തൽഖീനൊക്കെ കഴിഞ്ഞിട്ടാണ് മയ്യത്തിന് വേണ്ടി ദുആ ഇരിക്കലുള്ളത്. ആ ദുആഇന്റെ ഭാഗമാണത്. അവിടെ ഇതും ചെല്ലാമെന്ന അർത്ഥത്തിൽ നാട്ടാചാരത്തിൽ വ്യാപകമായുള്ളത് കൊണ്ടായിരിക്കണം അത്തരം കുറിപ്പുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വരുന്നത് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്.
അടുത്തത് കഴിഞ്ഞ പിന്നെ അടുത്ത ആള് മുസ്ലിമായ ഒരു വ്യക്തിയുടെ നേരെ വെച്ച് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുമോ ഇല്ല? മുസ്ലിമായ ഒരു വ്യക്തിയുടെ പിറകിൽ തുടർന്ന് നിസ്കരിച്ചാൽ ശരിയാകുമോ ഇല്ലേ എന്ന ചോദ്യം. അതാ ചോദ്യം. ചോദ്യകർത്താവിന്റെ പേര് അതെവിടെയാ? പറമ്പി. അപ്പോ മുസ്ലിമായ ഒരാള് സാധാരണ രീതിയിൽ തുടരപ്പെടാൻ ഒരു ഇമാമിന് ഒരുപാട് യോഗ്യതകൾ ഒക്കണം. ആ യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ തുടർന്നാൽ ശരിയാകും. ഒരുപാട് യോഗ്യതകളുണ്ട്. ഇപ്പൊ ഇമാമിന്റെ വസ്ത്രത്തിന്റെ നേരെ പിറകിൽ ഒരു നജസ് കണ്ടു, ആ ഇമാമിനെ തുടരാൻ പറ്റുമോ? തുടരാൻ പറ്റൂല. അപ്പൊ തുടരപ്പെടാൻ ഇമാമാകുന്നത് ഒരുപാട് ഷർത്തുകളുണ്ട്. ഇയാനത്തിൽ പോലും കാണാം 7 ഷർത്തുകൾ. ഇമാമിനോട് തുടരണമെങ്കിൽ 7 ഷർത്തുകളുണ്ട്. എന്താണ് ഈ മര്യാദ ഇല്ലാത്ത പണിയെടുക്കണത്? നിങ്ങൾ പറയുന്ന കേട്ടില്ലേനെ? ആ മൈക്ക് മേടിക്കടോ. ഇതെന്താ ഇങ്ങനെ? ഒരു സംഘാടകർക്ക് ഒരു കഥയില്ലത്. അത് ഞാൻ ചോദ്യം അതെ ഞാൻ പറഞ്ഞു കേൾക്കണേ. അത് മൈക്ക് കൊടുക്ക്. കഴിഞ്ഞില്ലേ? മൈക്ക് കൊടുക്കാം. അപ്പോ ഇവിടെ എന്തിനാ ഇങ്ങനെ ബഹളമൊക്കെ എന്നതിന്റെ ആവശ്യം? ഒരാൾ ചോദിക്കുക, അപ്പൊ ആ ചോദ്യം കഴിഞ്ഞാൽ അതിന് മറുപടി ഞാൻ പറയും. മറുപടി പറഞ്ഞതിന് ശേഷം ആ മറുപടിയെ സംബന്ധിച്ച് എന്തും പറയാൻ മൈക്കും അവസരമൊക്കെ തരുന്നുണ്ട് ഇല്ലേ? സ്വാഭാവികമായിട്ടും ചോദ്യം വളരെ ലളിതമായിരിക്കും, ഉത്തരം ഇത്തിരി പറയേണ്ട ഒരു ചോദ്യത്തിന് അത്ര വാചകം ഉത്തരം പറയാൻ കഴിയില്ല. അതാണ് അതിന്റെ ഡിഫറൻറ്റ്. അതിന് വികാരം കൊള്ളാനൊന്നും പാടില്ല, അത് മാന്യത പാലിക്കേണ്ടതാണ്. അപ്പൊ ഒരാളോട് തുടരണമെങ്കിൽ തുടരപ്പെടുന്നതിന്റെ ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ ഉണ്ടായാൽ തുടർന്നാൽ ശരിയാകും. എന്നാൽ ആ തുടരപ്പെടുന്നത് ശരിയാകുമ്പോൾ തന്നെ തുടരൽ കറാഹത്തായ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇമാമ് തുടർന്നാൽ ശരിയാകുകയും ചെയ്യും, പക്ഷെ തുടരൽ കറാഹത്താണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ കറാഹത്തുകളൊന്നുമില്ല, യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ഇമാമിനോട് ഒരാളോട് തുടർന്ന് ജമാഅത്തായി നിസ്കരിച്ചാൽ 27 ഇരട്ടി കൂലി കിട്ടും എന്ന് വളരെ പ്രസിദ്ധമാണ്. ഈ ഷർത്തുകൾ ഇപ്പോൾ ഓർമ്മയില്ല. ഇൻഷാ അല്ലാഹ് ഒരു 5 മിനിറ്റ് കൊണ്ട് കിതാബ് എടുത്ത് വായിക്കാം. അടുത്ത് പറഞ്ഞോളൂ, അടുത്ത ചോദിച്ചോളൂ. അടുത്ത ആൾക്ക് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് മറുപടി ഇപ്പം പറയാം. ഈ തുടരേണ്ട ഷർത്തുകൾ, ഇമാമിനുണ്ടാകേണ്ട ഷർത്തുകൾ. പക്ഷെ ഒരു കാര്യം ഇവിടെ പറയട്ടെ, ഇവിടെ തബ്ലീഗ് ജമാഅത്ത് വരെയുള്ള മുഖാമുഖം എന്തിനാണ് തുടരുന്നതിന്റെ ഷർത്ത് പറയേണ്ട ആവശ്യം? നിങ്ങൾ ആലോചിച്ച് നോക്കിയട്ടെ. നമ്മളിവിടെ തബ്ലീഗ് ജമാഅത്തിന്റെ പ്രശ്നങ്ങളാണ് ഇവിടെ വിഷയം. ആകാശത്തിന്റെ ചോട്ടിലുള്ള എല്ലാ ചോദ്യവും ഇവിടെ ചോദിക്കാമെന്ന് അങ്ങനെയല്ലല്ലോ നമ്മളെ നിബന്ധനയും കണ്ടീഷനും നമ്മളെ സ്വഭാവവും. സുന്നിയേതരരായ തബ്ലീഗിന്റെ പിഴവിനെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ചാ വിഷയം. സ്വാഭാവികമായും അതാണ് ചോദിക്കേണ്ടത്, അതാണ് പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചോദിച്ച ചോദ്യം എന്ന നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അത് ഇവിടെ സാന്ദർഭികമല്ല എന്ന് പ്രത്യേകം പറയാണ്. അല്ല, അത് അവിടത്തേക്ക് എത്തിക്കൊണ്ട് ചോദിക്കണം. അതാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്നും കൂടി ഞാൻ പറയാം. ഒരു ചോദ്യം ഇവിടെ ചോദിക്കുമ്പോൾ ഒരു 10 ചോദ്യം അങ്ങോട്ട് വെച്ച് അവിടെ എത്തിക്കുക എന്നുള്ളതല്ല, മറിച്ച് വിഷയവുമായി ടച്ച് ചെയ്ത് ചോദിക്കുക. അതാ വേണ്ടത്. വിഷയവുമായി ടച്ച് ചെയ്ത് ചോദിക്കുക. നിങ്ങൾക്ക് എന്താണ് അവിടെ പറയാനുള്ളതൊക്കെ പറയാം. തുടരുന്നതിന്റെ ഷർത്തുകൾ, വുളൂഇന്റെ സുന്നത്തുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിവിടെ വിഷയമല്ല. അതിവിടെ ചോദ്യം എന്ന നിലയ്ക്ക് ഇവിടെ വേണമെങ്കിൽ പറയാവൂ. തുടരുന്നതിന്റെ ഷർത്ത് ഫത്വൽ മൊഴിന്ന് വായിക്കാവുന്നതേ ഉള്ളൂ, അതിവിടെ വായിക്കാം. പക്ഷേ ചോദ്യകർത്താക്കളോട് ഇനിയെല്ലാം അങ്ങോട്ട് പറയാം, വിഷയവുമായി ബന്ധപ്പെടുത്തി ചോദിക്കുക. തുടരാൻ പറ്റുമോ, തബ്ലീഗിനെ തുടരാൻ പറ്റുമോ എന്നാൽ അങ്ങനെ ചോദിച്ചോളൂ. അത് ആദ്യം തന്നെ വിഷയവുമായി ബന്ധപ്പെടുത്തി ചോദിക്കണം. അങ്ങോട്ട് എത്തിക്കുക, വേഗം എത്തിച്ചിട്ട് ചോദിക്കുക. ചോദ്യം വിഷയവുമായി ബന്ധപ്പെടണം. ഒരു വാക്കൊന്നുമല്ല, ചോദ്യം തീരുന്നവരെ ചോദിക്കാം. ചോദ്യം തീരുന്നവരെ ചോദിക്കാം. ഇടയിൽ ഉത്തരം പറയുന്നതിനിടയിൽ കയറി പറയാൻ പാടില്ല. ചോദ്യകർത്താവിന് വിഷയം തീരുന്നവരെ ചോദിക്കാം. അങ്ങനെ പാടുന്നൊന്നുമില്ല. നിങ്ങളിപ്പാരയുടെ ജഡ്ജ്മെന്റ് ആക്കിയിട്ടുള്ളത്? അടുത്ത ആൾക്ക് മൈക്ക് കൊടുക്കും, പറയട്ടെ. മൈക്ക് കൊടുക്ക. അത് പറയണം. കിതാബ് പരിശോധിക്കാൻ തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട വിഷയമല്ലാത്തതുകൊണ്ട്
സ്വാഭാവികമായി ഓർമ്മയുടെ ഉള്ളറയുന്നെന്ന് എടുത്ത് പറഞ്ഞതാണ്. അതിന്റെ ഷർത്തുകൾ മുഴുവൻ ഇവിടെ വായിച്ച അർത്ഥം പറത്തി പറഞ്ഞു തരും. പക്ഷെ വിഷയവുമായി ബന്ധമില്ല, എന്നാലും പറഞ്ഞു തരാം. നിങ്ങൾ വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത് ചോദിച്ചോളൂ. അതാണ് പറയുന്നത്. ചോദ്യകർത്താവിനോട് ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ വിഷയത്തിലേക്ക് എത്തും എന്ന് പറയുന്ന 10 ചോദ്യം അപ്പുറം വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം അത് വേണ്ട, അതിവിടെ സ്വീകാര്യമല്ല. മറിച്ച് തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട് അത് പിഴച്ചതാണെന്നാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് പിഴവുകൾ ഇവിടെ വായിച്ചു. ആ പിഴവുകൾ വിശദീകരിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം വേണ്ടത് എന്ന് പ്രത്യേകം പറയുകയാണ്. തബ്ലീഗുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കേണ്ടവർക്ക് മൈക്ക് കൊടുക്കുക. അല്ല, അത് നിങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ്. ഈ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് ഉത്തരം ഇവിടെ ഫത്ഹുൽ മുഈനിൽ അദ്ദേഹം ചോദിച്ചത്, തുടരൽ ഒരു മുസ്ലിമായ മനുഷ്യനോട് തുടർന്നാൽ ശരിയാകുമോ? തുടരൽ ശരിയാവാൻ ഒരുപാട് നിബന്ധനകളുണ്ട്, 7 നിബന്ധനകളുണ്ട് എന്ന് ഞാനിവിടെ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായും അത് ഏതാണ് എന്ന് സഹോദരൻ ചോദിച്ച സ്ഥിതിക്ക് അത് പറയുകയാണ്. അപ്പൊ ആ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി പറയുകയാണ്, ശ്രോതാക്കളോട് പറയുകയാണ്, പൊതുവായി പറയുകയാണ്, നമ്മളിവിടെ വളരെ സന്തോഷകരമായ രീതിയിൽ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ ഒരു പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുകയും അതിന്റെ പിഴച്ച വാദഗതികൾ പറയുമ്പോൾ അത് ചോദിച്ച് കീറാക്കാനുള്ള ഒരു അവസരം എന്ന നിലക്കാണ് ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇമാമിനേക്കാളും ഇമാമിനോട് സമമാകുകയോ ഇമാമിനെ അറിയണം. അതുപോലെ മറ്റൊന്ന് ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്ത് കൂടണം. ഒരാൾ 10 ആളുകൾ മെയിൻ കണക്ഷൻ ആക്കിയിട്ട് അല്ലെങ്കിൽ 2 നിരകളിലായിട്ട് തുടർന്ന് ശരിയാവുകയില്ല. ഒരു പള്ളിയിൽ തന്നെ 2 നിരകളിലാകുമ്പോൾ ഒരുപാട് സ്വീകരിക്കുന്നുണ്ട്. മറ്റൊന്ന് മുവാഫഖത്തും ഫീ സുനനിൻ തഫ്ഷു മുഖാലഫത്തും ഫീഹാ. ഇമാമിന്റെ തുടരൽ ശരിയാകാൻ ഉള്ള നിബന്ധനകളാണ്. ഇമാമിനോട് സുന്നത്തുകളിലൊക്കെ യോജിക്കണം. വിയോജിപ്പ് നിസ്കാരത്തിൽ ഭംഗം വരുത്തുന്ന രീതിയിലുള്ള വിയോജിപ്പുകൾ സുന്നത്തിലാണെങ്കിലും പാടില്ല. ഉദാഹരണത്തിന് ഇമാം റബ്ബിൽ ഖുല്ലി വറഹ്മി എന്ന് ചൊല്ലി മഅ്മൂമ ചൊല്ലിയില്ല എന്ന് വെച്ചാൽ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതേ സ്ഥാനത്ത് ഇമാമിനോട് ആ സുന്നത്തിൽ തുടരാതിരുന്നാൽ അവർ തമ്മിൽ ഒരുപാട് അകൽച്ച വരുന്ന രീതിയിൽ, മോശം വരുന്ന രീതിയിലുള്ള സുന്നത്തുകളാണെങ്കിൽ ആ സുന്നത്തുകളിലും ഇമാമിനോട് തുടരണം. ഇനി മറ്റൊന്ന്, അദമു തഖല്ലുഫിൻ അൻ ഇമാമിൻ ബി റുക്നൈനി ഫീലിയൈനി ബിലാ ഉദ്രി. കാരണമില്ലാതെ ഇമാമിനെ തൊട്ട് ഫീലിയായ 2 റുക്നിനെ തൊട്ട് ഫീലിയായ റുക്ൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഫാത്തിഹ, അത് ഫീലിയല്ല. അത് റുക്കൂ, അത് ഫീലിയാണ്. ഒന്ന് കൗലിയാണ്, ഫാത്തിഹ കൗലി ചൊല്ലുന്നതാണ്. ഫീലിയായ 2 ഫർദ് കൊണ്ട് ഇമാമിനേക്കാൾ പിന്താൻ പാടില്ല. ബിലാ ഉദ്രിൻ, കാരണമൊന്നുമില്ലെങ്കിൽ. കാരണം ഉണ്ടെങ്കിൽ 3-ലധികം പിന്താനും പാടില്ല. ഇത് തുടരലിന്റെ മറ്റൊരു ഷർത്താണ്.
ഇത്രയും കാര്യങ്ങൾ ഇമാമിനോട് തുടർന്നാൽ ജമാഅത്ത് ശരിയാകാനുള്ള ഷർത്തായി ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈനിൽ പറയുകയാണ്. ഇത്രയും ഷർത്തുകൾ പാലിച്ചുകൊണ്ട് ജമാഅത്ത് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുന്നാണ് ഉസ്താദ് പറയുന്നത്. ആണ്, പിന്നെന്താ ആണ്. അപ്പോൾ മുജാഹിദോ ജമാഅത്തോ തബ്ലീഗോ ആയ വ്യക്തിയുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുമോ ഇല്ലേ? ഇതിപ്പോ നിങ്ങൾ ചോദിക്കാൻ പോകുമ്പോൾ തന്നെ നമുക്കറിയാം ഇതാ ചോദിക്കണമെന്നുള്ളത്. ഞാൻ അത് ആദ്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരാളോട് തുടരൽ ശരിയായി എന്നതുകൊണ്ട് മാത്രം എല്ലാ ഷർത്തും എല്ലാ സുന്നത്തുകളും എല്ലാം പാലിച്ചതല്ല. ശരിക്കും ശ്രദ്ധിക്കുക. ഒരു മുജാഹിദിന്റെ പിറകിൽ, ഒരു തബ്ലീഗിന്റെ പിറകിൽ ഒരാൾ തുടർന്ന് നിസ്കരിച്ചാൽ ആ തുടരൽ ശരിയാണ്. അതേ സ്ഥാനത്ത് മുജാഹിദിനോട് തിരിച്ചു ചോദിക്കാനുണ്ട്. മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുശ്രിക്കാണ്. ഇമാമ് മുസ്ലിം ആകണം, കാഫറിനോട് തുടരാൻ പാടില്ല. നമ്മൾ ഇസ്തിഗാസ ചെയ്യുന്നുണ്ട്, മൗലിദ് കഴിക്കുന്നുണ്ട്, ഖബറിന്റെ അടുത്ത് പോകുന്നുണ്ട്, ആ വിളിച്ചിട്ട് നമ്മൾ മുശ്രിക്കാന്നാണ് അവർ പറയുന്നത്. അപ്പൊ മുശ്രിക്കിനോട് തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് അവരോട് ചോദിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് ഒരു ബിദ്അത്തിന്റെ കക്ഷിയാണ്, കറകളഞ്ഞ മുബ്തദീകളാണ്. തബ്ലീഗ് അവർ മുബ്തദീകളാണ്, കറകളഞ്ഞ മുബ്തദീകളാണ്. അതുകൊണ്ട് തന്നെ മുബ്തദീകളോട് തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുന്നതാണ്. നേരെ മറിച്ച് മുബ്തദീനോട് തുടരൽ കറാഹത്താണ്. നിസ്കാരം ശരിയാകും, തുടരൽ ശരിയാകും, പക്ഷെ അത് കറാഹത്താണ്. നിസ്കാരം ശരിയാകും, തുടരൽ ശരിയാകും, പക്ഷെ ആ തുടരൽ കറാഹത്താണ്. അതും നമ്മുടെ ഇമാമുകൾ വളരെ കൃത്യമായി അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ സാധാരണ മുജാഹിദിനോടും തബ്ലീഗിനും തുടർന്ന് നിസ്കരിച്ചാൽ കുഴപ്പമില്ല എന്നാണ് ഉസ്താദ് പറയുന്നത്. എന്തായാലും പ്രതിഫലം കിട്ടും ജമാഅത്തിന്റെ. ഇനി ഞാൻ കൂടി പറയാം. ഇപ്പൊ രണ്ട് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നേരത്തെ ചോദ്യം ഒന്നും കൂടി ആവർത്തിച്ചു. മുജാഹിദിനോട് ജമാഅത്തിനോടും തുടരാമെന്നാണോ ഉസ്താദ് പറയുന്നത്? തുടരൽ ശരിയാണോ എന്ന് ചോദിച്ചാൽ തുടരൽ ശരിയാണ്, തുടരൽ ശരിയാണ്. നമ്മുടെ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ പറയുകയാണ്. ഞാൻ നേരത്തെ പാടിയ ബൈത്ത് നിന്നുപോയി എന്ന് പറഞ്ഞില്ലേ, സ്വാഭാവികമായിട്ട് ഓർമ്മ പണ്ടെപ്പോഴോ 10-15 കൊല്ലം മുമ്പ് പഠിച്ചതാ. ആ ബൈത്ത് നിന്നുപോയി എന്റെ ഓർമ്മയിൽ നിന്ന് തികറ്റിയെടുക്കാൻ വേണ്ടി ചിന്തിച്ചതാണ്. അപ്പോ ഈ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് തുടർന്നാൽ തുടരൽ ശരിയാണ്. അതേ സ്ഥാനത്ത് തുടരൽ കറാഹത്താണ്. മുബ്തദിയായ ഇമാമാണെങ്കിൽ തുടരൽ കറാഹത്താണ്. അങ്ങനെ കറാഹത്തായിരിക്കെ തുടർന്ന് നിസ്കരിച്ചാൽ ജമാഅത്തിന്റെ കൂലി കിട്ടുമോ എന്നാണ് അടുത്ത ചോദ്യം. ഒരു മസ്അലാപരമായ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈൻ അടക്കം ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥമായ ഫത്ഹുൽ മുഈൻ അടക്കം ഷാഫി മദ്ഹബിൽ എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നു, ജമാഅത്തുമായി ബന്ധപ്പെട്ടൊരു കറാഹത്തുണ്ടെങ്കിൽ ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. ജമാഅത്തുമായി ബന്ധപ്പെട്ടൊരു കറാഹത്തുണ്ടെങ്കിൽ ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. അത് ശാഖാപരമായ ഒരു മസ്അല പ്രശ്നമാണ്. തബ്ലീഗുകാരുമായി അടികയ്യേണ്ട സംവാദത്തിൽ സംവദിക്കേണ്ട വിഷയമല്ല. മറിച്ച് ജമാഅത്തുമായി ബന്ധപ്പെട്ടൊരു കറാഹത്താണ് മുബ്തദീനെ തുടരുക എന്നത്. അങ്ങനെ മുബ്തദീനെ തുടർന്നാൽ ആ തുടരൽ ശരിയാണ്, പക്ഷെ ജമാഅത്തിന്റെ കൂലി ലഭ്യമല്ല. സ്വാഭാവികമായിട്ടും കേരളത്തിലെല്ലാം മുബ്തദികളും സുന്നികളെ കാഫിര്യങ്ങളാക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിമിനെ കാഫിറാക്കുവാൻ തിരിച്ചും കാഫിറല്ല ഉസ്താദെ. അപ്പോൾ എങ്ങനെ ജമാഅത്തെ തുടരുക? അടുത്തൊരു ചോദ്യം. തബ്ലീഗുമായിട്ടൊന്നും ഇതിന് ബന്ധമില്ല. അദ്ദേഹം പിന്നെയും തുടരലിന്റെ മസലകളെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആയിക്കോട്ടെ, എന്നാൽ ചെറിയൊരു വിഷയം ഇതിലേക്ക് ബന്ധപ്പെടുത്തി കൊണ്ടുവരാം. അതായത് സുന്നികളെ കേരളത്തിലുള്ള മുജാഹിദുകൾ, ഇവിടെ ഒരു സുന്നി ആദർശവേദിയാണ്, ഇപ്പൊ മുജാഹിദിന്റേതായതുകൊണ്ട് പറയാം, സുന്നികളും മുജാഹിദുകളും ജമാഅത്തുകളും സുന്നികളെ കാഫിറാക്കുന്നുണ്ട്. അപ്പൊ കാഫിറാക്കുന്ന ഒരു മുസ്ലിമിനെ കാഫിറാക്കിയവൻ കാഫിറല്ലേ? അപ്പോൾ അവർ കാഫിറല്ലേ? അപ്പോൾ അവരെ തുടരാൻ പാടില്ലല്ലോ, കാഫിറിനെ തുടരാൻ പാടില്ലല്ലോ എന്നാണ് ഇപ്പോൾ ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാളെ കാഫിറാക്കിയാൽ എപ്പോഴാണ് കാഫിറാവുക? വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ് വിഷയം. ഈ ചോദ്യങ്ങളൊക്കെ സമസ്തയുടെ മുമ്പിൽ, നമ്മുടെ ആലിമീങ്ങളുടെ മുമ്പിൽ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊരു പുതിയ ചോദ്യമൊന്നുമല്ല.
ഇവിടുത്തെ മുർത്തദീങ്ങളായ വഹാബികളെ സംബന്ധിച്ച് അവരെന്താണ്, മുർത്തദീകളാണോ കാഫിറാണോ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഇതിന് മറുപടി പറയാൻ അഷ്ട ഉലമാ ശിരോമണി കോൺഫറൻസ് എന്ന് പറയുന്ന 8 ആലിമീങ്ങൾ വളരെ സുദീർഘമായി ഓരോ വാദത്തിലെ വരികളും എടുത്ത് പരിശോധിച്ച് നോക്കിയ വലിയൊരു കോൺഫറൻസ് നടത്തിയിരുന്നു. ആ കോൺഫറൻസിന് ശേഷമാണ് സമസ്ത പറഞ്ഞത് മുജാഹിദുകളും ജമാഅത്തുകാരും തബ്ലീഗുകാരും കറകളഞ്ഞ മുർത്തദീകളാണ്, നോട്ട് കാഫിർ. അവർ കാഫിറല്ല, മുർത്തദിയാണ്. എന്തുകൊണ്ട്? ഈ ചോദ്യകർത്താവ് ചോദിച്ചൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ, ഒരാളെ കാഫിർ എന്ന് വിളിച്ചാൽ കാഫിറാവൂലേ? ഒരാളെയല്ല വിളിച്ചത്, ഒരാളെയല്ല. ഇനി പഴുതിന്റെ ഒരാളെ കാഫിർ എന്ന് വിളിക്കുമ്പോൾ ആ വാക്കിനെ ഏതെങ്കിലും രീതിയിൽ തെളിവീല് കൊണ്ട് വ്യാഖ്യാനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ കുഫർ അയാളിലേക്ക് മടങ്ങൂല, അയാളെ കാഫിർ എന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് തെളിവീലില്ലാത്ത വിധം, തെളിവീൽ ചെയ്യാൻ പറ്റാത്ത വിധം പറഞ്ഞാൽ അതൊരാളെ പ്രത്യേകമാക്കി എടുത്ത് പറഞ്ഞാലാണ് ആ പറഞ്ഞവൻ കാഫിറാവുക. അതിവിടെ സംഭവിച്ചിട്ടില്ല. ഇവിടെ ഉദ്ധരിച്ച ഉദ്ധരണികളൊക്കെ ഓരോ തെളിവീലിന്റെ വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞത് മുഴുവനും തെറ്റാണ്. ആ പറയുക മൂലം അവർ വിദേഹത്തിൽ നിബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ പറ്റി കാഫിറാണെന്ന കുഫർ അവരിലേക്ക് മടങ്ങൂല. അതുകൊണ്ട് തന്നെ അവർ മുബ്തദീകളാണ്. അവരെ തുടർന്നാൽ ശരിയാകുന്നതാണ് തുടരൽ. അതോടൊപ്പം ജമാഅത്തിന്റെ കൂലി ലഭ്യമല്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം ഇടയിൽ പറയുകയാണ്, ചോദിക്കുന്നതൊക്കെ എത്രയും ചോദിക്കാം. ഒരു ചോദ്യകർത്താവ് 7 ഷർത്ത് ഏതാന്ന് ചോദിച്ചാല് ഒറ്റ വാക്കിൽ ചോദിക്കുന്ന അത്ര ഉത്തരത്തിൽ പറയാൻ കഴിയില്ലല്ലോ. അതെല്ലാവരും പറയുന്ന പരമസത്യല്ലേ. അതിനുവേണ്ടി ഇവിടുന്ന് കച്ചറ ഉണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടാവരുത്. അത് സ്വഭാവ ദൂഷ്യമാണെന്ന് വിലയിരുത്തണം. അസ്സലാമു അലൈക്കും. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ, അള്ളാഹു കളവ് പറയുമെന്ന് ഇവർ വാദിക്കുന്നുണ്ട്, അത് ശരിയാണോ തെറ്റാണോ? മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിന്റെ ചെറിയ പുസ്തകം തബ്ലീഗിന്റെ ഒരു പുസ്തകമാണ് തഹ്ദീറുൽ ഇഖ്വാൻ എന്ന് പറയുന്ന പുസ്തകം. അതാ ബാഗിന്റെ അടിയിൽ, ആ ബാഗ് എടുത്ത് നിൽക്കും. തഹ്ദീറുൽ ഇഖ്വാൻ എന്ന് പറയുന്ന ഒരു മഞ്ഞ പുസ്തകം, തഹ്ദീറുൻ നാസ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം വിഷയം. തബ്ലീഗ് പിഴക്കാൻ നിരവധി കാരണങ്ങൾ ഞാനിവിടെ വായിച്ചു. ഈ ഒരൊറ്റ കാരണത്തെ പറ്റിയും ഗണ്ണിച്ച് ഒരൊറ്റ ചോദ്യം ഇവിടെ വന്നിട്ടില്ല. ഇത് സ്ഥിരീകരിച്ചു എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഈ സദസ്സ്. തുടരുന്നതിന്റെ ചേർത്തും ജമാഅത്തിന്റെ നിയമങ്ങളൊക്കെ ഇവിടെ ചോദ്യം വരുന്നുണ്ടോ? ഞാൻ ഈ ഉദ്ധരിച്ച ഒരൊറ്റ പോയിന്റിനെയും ഒരു തബ്ലീഗുകാരനെ ഗണ്ണിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാൻ ചോദിക്കുമെന്ന്. ഇനി അടുത്തത്, ഈ തഹ്ദീറുൻ നാസ് എന്ന പുസ്തകത്തിൽ അള്ളാഹു കളവ് പറയുമെന്ന് പറഞ്ഞതല്ല, അള്ളാഹുവിന് കളവ് ഇംകാനാണ് എന്ന് പറയുന്നൊരു വാദം ഇതിലുണ്ട്. കളവ് ഇംകാനാകുക എന്ന് പറഞ്ഞാൽ കളവ് പറയാന്നല്ല, അത് പാടില്ല. അള്ളാഹു തആലക്ക് മുസ്തഹീലായ സിഫത്താണ് കദിബ്, ഇല്ലേ? ജായിസായ സിഫത്ത് 1, മുസ്തഹീലായ സിഫത്ത് 20, വാജിബായ സിഫത്ത് 20. എന്നാൽ അള്ളാഹുവിന് ജായിസാണ് കളവ് പറയൽ എന്ന് ഈ പുസ്തകത്തിൽ സ്കലിച്ചു പോയിട്ടുണ്ട്. അത് തബ്ലീഗിന്റെ ഒരു തെറ്റാണ്. ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല. പച്ച മലയാളത്തിൽ വന്ന് തന്നെ വായിക്കാൻ പറഞ്ഞ കേൾക്കാം. അള്ളാഹു കളവ് പറയുമെന്ന് പറഞ്ഞതല്ല, അള്ളാഹുവിന് കളവ് ജായിസാണ്, കളവ് പറയാം. പിന്നെ സംഘാടകർ എഴുതി തന്നതല്ല സുഹൃത്തെ, എനിക്ക് ഒരുപാട് ചോദ്യമുണ്ട്, അതുകൊണ്ട് എഴുതിയതാ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മൈക്ക് വാങ്ങിയിട്ട് ഡീസന്റ് ആയിട്ട് അന്തസ്സോടെ ആണായിട്ട് ചോദിക്കണം. ഉസ്താദ്, മറ്റൊരു ചോദ്യം. ഇവർ 40 ദിവസം ഇരിക്കുന്നൊരു സ്വഭാവം ഞാൻ കണ്ടുവരുന്നുണ്ട്. അത് എന്താണ് അതിനൊരു കുഴപ്പം? പള്ളിയിൽ വന്നിരുന്ന് എത്തിപ്പാക്കി 40 ദിവസം ഇവർ വന്ന് ഇരിക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാർ വന്നിട്ട്. അതിനെന്താണ് കുഴപ്പം? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഇത്രയും തബ്ലീഗിന് അവര് സംഭവിച്ച ഒരുപാട് ആശയവൈകല്യങ്ങൾ മലയാളത്തിലും ഈ അടുത്തിറങ്ങിയത്, പഴയ കാലത്ത് ഇറങ്ങിപ്പോയി തെറ്റ് സംഭവിച്ചു പോയി എന്നൊന്നുമല്ല, അതിനെ പിന്നെയും ന്യായീകരിച്ച് വ്യാഖ്യാനിച്ച് ഉദ്ധരിക്കുന്ന ഒരുപാട് പിഴവുകൾ പറയുന്നു. ഈ പ്രസ്ഥാനം പിഴച്ചതാണെന്ന് വളരെ കൃത്യമായി ഈ രേഖകൾ കൊണ്ട് തന്നെ തെളിയുന്നതാണ്. എന്നിട്ട് പിന്നെ അതിനെ നാപ്പസരിക്കുന്ന അതിനെന്ത് പ്രസക്തിയുള്ള ചോദ്യത്തിന് ചോദ്യകർത്താവ് ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ഇത്രയും പ്രസംഗിക്കൽ പറഞ്ഞു, ഒരാൾ 40 ദിവസം പള്ളിയിൽ വന്നിരിക്കൽ കുഴപ്പമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു?
അതിന് കുഴപ്പം വരും. എങ്ങനെയാണെന്നറിയോ? ഒരു തബ്ലീഗുകാരന്റെ കൂടെ 40 ദിവസം നടന്നാൽ സ്വാഭാവികമായി തബ്ലീഗിന്റെ ആശയമുള്ള അയാളാണെങ്കിൽ മെല്ലെ തവളക്ക് വെള്ളം ചൂടാക്കിയില്ലേ, അതുപോലെ വെള്ളം ചൂടായിട്ട് അവൻ കെണിഞ്ഞു പോകും. അങ്ങനെ ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. ആരാണെങ്കിൽ കൂടെ നടക്കുന്ന ആള് ഈ ആശയം ഉൾക്കൊള്ളുന്ന ആളാണെങ്കിൽ. അല്ലാതെ 40 ദിവസം പള്ളിയിൽ ഇത്തിക്കാഫിരിക്കൽ കൂലി കിട്ടുന്നതാണ്. 400 ദിവസം ഇരിക്കണം. 40 ദിവസത്തിന് പ്രത്യേകിച്ച് തഫ്സീസൊന്നുമില്ല. 40 ദിവസം ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകം കുറ്റമൊന്നുമില്ല. ഇനി 40 ദിവസം ഇത്തിക്കാഫിരുന്നാൽ കൂലി ലഭ്യമാണ്. അതല്ല ഇവിടെ വിഷയം. അതിവിടെ വിഷയമല്ല. 40 ദിവസം പള്ളിയിൽ ഇത്തിക്കാഫിരിക്കാന്നുള്ള ഇവിടെ ചർച്ചയാ. ഞങ്ങൾ പറയുന്നു കേരളക്കരയിലുള്ള ഒരു പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത്. ആ തബ്ലീഗ് ജമാഅത്ത് പിഴച്ചതാണ് എന്ന് പറയേണ്ട സാഹചര്യം എന്താ? തബ്ലീഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പൊതുജനങ്ങളുടെ ചോദ്യത്തിന് മുമ്പിൽ ആലിമീങ്ങൾ മറുപടി പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? ആ പ്രസ്ഥാനത്തിന്റെ വക്താക്കളുടെ ആശയങ്ങൾ പരിശോധിച്ചു. ആ ആശയങ്ങളാണ് മലയാളത്തിലും ഉറുദുവിലും ഞാനിവിടെ വായിച്ചത്. മലയാളം തന്നെ മതി. പിന്നെ അതിന്റെ അപ്പുറം അങ്ങനെ ഉണ്ടല്ലോ, അവർ 50 അവിടെ കുത്തിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയേണ്ട ആവശ്യമില്ല. ചോദ്യകർത്താവ് ഉത്തരം ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം ഇങ്ങനെ വായിച്ച് പഠിക്കുന്നതിന്റെ ഇടയിൽ ഉത്തരം ശ്രദ്ധിക്കണം ചോദ്യകർത്താവ്. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദ്. ഈ തബ്ലീഗുകാരിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നത് നല്ലതാണോ തെറ്റാണോ? പള്ളികൾക്കും മദ്രസകൾക്കും പല സംഭാവനകളും സ്വീകരിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അതിന്റെ നിയമം എന്താണ്? ഓരോ ചോദ്യങ്ങളും തബ്ലീഗ് പേഴ്സതാണെന്ന് വിളിച്ചറിയിക്കുന്നുണ്ട്. കാരണം അതിനെപ്പറ്റി ഒരൊറ്റ ചോദ്യം ഇവിടെ ഇല്ല എന്നത് ഈ സദസ്സ് അതിനെ അംഗീകരിച്ചതായി വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. ഇനി തബ്ലീഗ് മുബത്തദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അത് പള്ളിക്ക് പിരിവരാണെങ്കിൽ മേടിക്കാൻ പറ്റും. അത് മേടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പള്ളിക്കിന് ആര് പിരിവ് വന്നാലും വാങ്ങാം, കാഫർ തന്നാലും വാങ്ങാം. ആ തരുന്ന മുതല് അത് ഐനുൽ ഹറാമാണെന്ന് അറിഞ്ഞാൽ അത് വാങ്ങരുത്. ഹറാമമായി കൂടിക്കലർന്നതാണെന്ന് അറിഞ്ഞാൽ അത് വാങ്ങൽ കറാഹത്താണെന്നൊക്കെ ഫത്ഹുൽ മഈനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരു തബ്ലീഗുകാരനോ ഒരു മുജാഹിദുകാരനോ പള്ളിക്ക് പിരിവന്ന വാങ്ങാം, ഒരു കാഫിറായ ആൾ പോലും പള്ളിക്ക് പിരിവന്ന വാങ്ങാം. അതിന് പ്രശ്നമൊന്നുമില്ല. അതാണ് ഇത് കാര്യം. വ്യക്തമാകാൻ ആരും ഇല്ലാത്തത് കൊണ്ട് അത് ചോദിക്കുന്നതെന്ന് അസ്സലാമു അലൈക്കും. എന്റെ പേര് ഷക്കീർ ഹുസൈൻ. തബ്ലീഗുകാരോട് സലാം പറയാൻ പാടുള്ളൂ? രാമായണം തേച്ചും വായിച്ചിട്ട് രാമനും സീതയും തമ്മിലുള്ള ബന്ധം അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ തബ്ലീഗിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞത് അവർ മുബ്തദീകളാണ്. വഹാബികൾ അവർ മുബ്തദീകളാണ്. ജമാഅത്തുകാർ അവർ മുബ്തദീകളാണ്. മുബ്തദീകളോട് നമ്മൾ സമീപിക്കേണ്ട സമീപനം പൊതുവായി തബ്ലീഗിനും ബാധകമാണ്. മുബ്തദീകളോട് തുടരാൻ ശരിയാകും, പക്ഷേ കറാഹത്താണ്, തുടർന്നാൽ ജമാഅത്ത് കിട്ടൂല. മുബ്തദീകളുമായി നമ്മൾ സജിർ എന്ന നിലക്ക് അവരോട് വിട്ടു നിൽക്കുക, അവരോട് വർജിച്ചു നിൽക്കുക എന്ന നിലക്ക് അവരോട് സലാം പറയാതിരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഇമാമുകൾ പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീ തങ്ങൾ വരെ തസവ്വുഫിന്റെ ഭാഷയിലും അല്ലാത്ത ഫുഖഹാക്കൾ ഫിഖ്ഹിന്റെ ഭാഷയിലും പറയുകയാണ്. എന്ത്? മുബ്തദീങ്ങളോട് അവരെ ഒറ്റപ്പെടുത്തുക എന്ന നിലക്ക് അവരെ അകറ്റി നിർത്തുക എന്നതിന്റെ ഭാഗമായി അവരോട് സലാം പറയരുത്, സലാം പറയാതിരിക്കുകയാണ് വേണ്ടത്. അസ്സലാമു അലൈക്കും. ഞാൻ ഹമീദ്. എന്റെ ചോദ്യം,
അഹിൽ സ്വാലിഹാത്ത് ആവണമെങ്കിൽ 2 ഷർത്തുണ്ട്. ഒന്ന് ഇഖ്ലാസ് ഓടുകൂടി ചെയ്യുക, രണ്ടാമത് അത് ശറഹിയായിരിക്കുക എന്നുള്ളതാണ് ഷർത്ത്. ഈ ഷർത്ത് മൗലൂദിൽ പാലിക്കുന്നതോ സാധാരണ ഹൈറുൽ ഖുറൂനിൽ കർണി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഒന്ന് ഹൈറാക്കപ്പെട്ട കാലം മുത്തു മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവരുടെ സഹാബിമാരുടെയും കാലാണ് ഈ ലോകം പടച്ചതിൽ എന്ന് പോകാനുള്ളതിലും പടച്ചതിലും ഇപ്പോഴുള്ളതിലും ഏറ്റവും ഹൈറായ കാലം. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, അതിനുശേഷം ഇന്നൊരു നൂറ്റാണ്ട്, അതിനുശേഷം ഇന്നൊരു നൂറ്റാണ്ട്, താപഹ്യങ്ങളുടെയും മുത്താബഹ്യങ്ങളുടെയും നൂറ്റാണ്ടുകൾ. അതിൽ ഈ 3 നൂറ്റാണ്ടുകളിൽ ഉള്ള നിയമങ്ങൾ മാത്രമാണോ സറഹിയുള്ള നിയമങ്ങളായി അംഗീകരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ മൗലൂദ് ആ കാലഘട്ടത്തിൽ 400 കൊല്ലം മുമ്പേ രചിക്കപ്പെട്ട മൗലൂദ് 1100 കൊല്ലം മുമ്പേ മാത്രം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം 3 നൂറ്റാണ്ടുകൾക്ക് മാത്രം അംഗീകാരം നൽകുന്ന ശറഈയായ നിയമത്തിൽ പെടുമോ? മുഹമ്മദ് ഗാസി മുഹമ്മദ്, കോഴിക്കോടിൽ ജനിച്ച ഗാസി മുഹമ്മദ് റളിയല്ലാഹു അൻഹു 4 നൂറ്റാണ്ട് മുമ്പാണ് ജനിച്ചത്. ഈ ഓറുണ്ടാക്കിയ ഈ ബൈത്ത്, ഈ മൗലൂദ് ശറഈയായ നിയമത്തിൽ പെടുവോ എന്നുള്ള ഉസ്താദൊന്ന് ക്ലിയർ ചെയ്തിടണം. അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ പേരും നാട്ടിലൊന്ന് പറഞ്ഞാലേ ഇത് മൈക്കിൽ പറയും. എനിക്ക് സുന്നിയാണ് ഞാൻ. എന്റെ പേര് ഹമീദ് എന്നാണ്. നാട് തന്നെ ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം, അതിലൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, അതാണ് അദ്ദേഹം ഓതിയ ഹദീസ്. കാലത്തിൽ ഏറ്റവും നല്ല കാലം, അല്ലെങ്കിൽ കാലക്കാരിൽ ഏറ്റവും നല്ല കാലക്കാർ എന്റെ കാലക്കാരാണ്, തൊട്ടടുത്തവരാണ്. ഉത്തമ 3 നൂറ്റാണ്ട് എന്ന് പറഞ്ഞവരുണ്ട്, 3 തലമുറ എന്ന് പറഞ്ഞവരുണ്ട്, 3 കാലം എന്ന് പറഞ്ഞവരുണ്ട്. എന്തായിക്കോട്ടെ, ആ ഹദീസ് വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് അവരുടെ കാലഘട്ടത്തിൽ ഉള്ളതായ ആവണ്ടേ, അവരുടെ കാലത്തിൽ ഉണ്ടായതാവണ്ടേ ഇബാദത്ത്, എന്നാലല്ലേ സ്വീകാര്യമാകുള്ളൂ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിൽ മൗലൂദ് പെട്ടിട്ടുണ്ടോ? ഖാദി മുഹമ്മദ് രചിച്ച മുഹീദ്ദീൻ മാല അതിലില്ലല്ലോ, പിന്നെ അതെങ്ങനെ പാടും എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ മറ്റൊരു വശം. ഇത് രണ്ടും നമുക്ക് വിശദമായി പരിശോധിക്കാം. ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന്റെ വാക്കിന്റെ എണ്ണം കണ്ട് മറുപടി പറയണം എന്ന് പറഞ്ഞാൽ നടക്കൂല. മറിച്ച് ചോദ്യം ഇത്തിരി പരത്തി പറയേണ്ടതാണ്. അതുകൊണ്ട് ഇത്തിരി വിശദീകരിച്ച് പറയുകയാണ്. ആളുകൾക്ക് ഒരു ഉഹുലൂത്താണ് ഞങ്ങളുടെ മൂല്യന്മാരുടെ ഭാഷയിൽ പറയുന്നത്. അതാണ് സംഭവം. ഒരു പൊട്ടി സാധ്യത എന്ന് പറഞ്ഞാൽ ചിലത് കൂട്ടി സംയോജിപ്പിക്കുമ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ ചുളി വഴിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ മുഹീദ്ദീൻ മാല, രണ്ടാമത്തെ ചോദ്യം മുതൽ ആദ്യം കൊണ്ട് തുടങ്ങുകയാണ്. മുഹീദ്ദീൻ മാല എന്നത് ഖാദി മുഹമ്മദ് രചിച്ച ഒരു ഗ്രന്ഥമാണ്. ഖാദി മുഹമ്മദ് 400 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമുള്ള ഒരു മനുഷ്യൻ. അത് എങ്ങനെ പ്രവാചകന്റെ കാലത്ത് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ കാലത്തില്ലാതിരിക്കുമ്പോൾ എങ്ങനെ ശരിയാകും എന്ന് പറയുമ്പോൾ നമ്മൾ മദ്രസയിൽ ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ ഫതുൽ മൊയ്ൻ മഖ്ദൂം തങ്ങളുടെ കിതാബാണ്. മഖ്ദൂം തങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര കൊല്ലമായിട്ടില്ല, ഖാദി മുഹമ്മദ് ശേഷം വന്നതാ. ഇത് നമ്മൾ ഓതുന്നു, പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. ഇവിടെ തബ്ലീഗുകാരനെ ഞാൻ ഉദ്ധരിച്ചു. അതിപ്പോ കഴിഞ്ഞ മാസങ്ങളെ ആയിട്ടുള്ളൂ. നമ്മൾ മദ്രസയിലെ പുസ്തകങ്ങൾ അതെല്ലാം ഈ കഴിഞ്ഞ വർഷമൊക്കെ അച്ചടിച്ചായിരിക്കും. അതിന് മുമ്പത്തെ കൊല്ലം ഉസ്താദുമാർ ഉണ്ടാക്കിയതായിരിക്കും. അതൊന്നും ഖൈറുൽ ഖുറൂനി ഖർനിയിലുമില്ല, സുമ്മല്ലദീന യലൂനഹുമില്ല, സുമ്മല്ലദീന യലൂനഹുമില്ല. അപ്പൊ അതെല്ലാം ഓതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹുവിന്റെ ഉള്ളിലുള്ളതേ ഉള്ളൂ. ഖാദി മുഹമ്മദിന്റെ മാലയിലുള്ളത് മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ചരിത്രമാണ്. മുഹീദ്ദീൻ ശൈഖ് എന്ന് പറയുന്നത് ഒരു വലിയ മഹാനാണ്. ആ മഹാന്റെ ചരിത്രം പറയൽ പുണ്യമാണെന്ന് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നു. ഖുർആനും ഇമാം ബുഖാരിയുടെ സഹീഹ് അടക്കമുള്ള ഹദീസുകൾ പഠിപ്പിക്കുന്നു. ഖുർആൻ പറയുകയാണ്, പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നത് മുഅ്മിന് ഖൽബിന് നല്ല പവർ വർദ്ധിക്കുന്നതാണ്.
മുഅ്മിന്റെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. മിൻഹും മൻ ലം നഖ്സസ് മിൻഹും മൻ ഖസസ്നാ അലൈക് വമിൻഹും മൻ ലം നഖ്സസ് അലൈക്. ഖുർആൻ ഉടനീളം പ്രവാചകന്മാരുടെ ചരിത്രം പറയുകയാണ്. മഹാന്മാരായ അംബിയായിന്റെ ഔലിയായിന്റെ ചരിത്രം പറയുന്ന ധാരാളം ഹദീസുകൾ കാണാം. ആ ചരിത്രം ഇങ്ങനെ എടുത്തു പറയുക, മജ്ലിസിലായി കൂടിയിരുന്ന് പറയുക, പ്രശംസിച്ച് പറയുക, പാട്ടായി പറയുക, അതുപോലെ തന്നെ ഗദ്യമായി പറയുക, ഇതൊക്കെ ഹദീസിൽ കാണാം. ഉദാഹരണം, മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവരുടെ മധു പ്രവാചകന്റെ മുമ്പിലിരുന്നിട്ട് സഹാബികൾ ഇങ്ങനെ പാടി 10-30ഓളം നീണ്ടു നിൽക്കുന്ന ബൈത്ത് ബഹുമാനപ്പെട്ട ഹസാൻ ഇബ്നു സാബിത്തിന്റെ ബൈത്ത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് തങ്ങളില്ലാത്ത മറ്റ് സഭകളിൽ വെച്ച് സഹാബത്ത് പറഞ്ഞതും. അപ്പൊ അത് ഖുർആനിലും ഹദീസിലുള്ളത്. മഹാന്മാരുടെ മദ്ഹ് പറയുക എന്നുള്ളതാണ്. അപ്പോ ഏത് മഹാന്റെ മദ്ഹ് പറഞ്ഞാലും അത് പുണ്യമാണ്. മഹാന്റെ മഹത്വത്തിനനുസരിച്ച് ആ പുണ്യം വലിപ്പപ്പെടും. ഷേഖ് ജീലാനി എന്ന് പറയുന്ന ഒരു വലിയ മഹാന്റെ, ആ മഹാനെ പറ്റി 700-ൽ പരം മുസ്ലിം ലോകത്ത് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. 700-ൽ പരം മഹത്വ ഗ്രന്ഥങ്ങൾ. അതിൽപ്പെട്ട ചില ഗ്രന്ഥങ്ങളാണ് ഇവിടെയുള്ളത്. ബഹ്ജത്തുൽ അസ്റാർ, ഷേഖ് ജീലാനിയുടെ മഹത്വം പറയുന്ന വലിയ ഗ്രന്ഥം. അത് 400-500 ഒന്നുമല്ല, ഒരുപാട് കൊല്ലം പഴക്കമുള്ളതാണ്. 600-700 എന്നല്ല, അതിലേറെ കൊല്ലം പഴക്കമുള്ളതാണ്. ഇനിയും വേറെയും തന്റെ കാലക്കാരത്തിനെ പറ്റി ചോദിച്ച മൗലൂദുകളുണ്ട്, മഹത്വങ്ങളുണ്ട്. അങ്ങനെയുള്ള മഹത്വങ്ങളിൽ ചെറിയൊരു മഹത്വ ഗ്രന്ഥമാണ് മുഹീദ്ദീൻ മാല എന്ന ഖാദി മുഹമ്മദ് രചിച്ചത്. അത് 1-ാം നൂറ്റാണ്ടിലല്ല, പ്രവാചകരുടെ കാലത്ത് തന്നെ ഖുർആനിലും സുന്നത്തിലും അതിന് തെളിവുണ്ട്. ഇനി അദ്ദേഹം പറയാൻ, പ്രവാചകന്റെയോ സഹാബത്തിന്റെയോ കാലത്തുള്ളതായത് തന്നെ ആവേണ്ട ഇബാദത്ത് അതില്ല. അത് തെറ്റാണ് പറഞ്ഞത്. അത് തെറ്റാണ്. എന്താണെന്നറിയോ? ഇസ്ലാമിന്റെ ഇബാദത്തിന്റെ മാനദണ്ഡം വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഖുർആനിൽ നിന്ന് ഒരാൾക്ക് മനസ്സിലാകുന്നത് അത് 1-ാം നൂറ്റാണ്ടുകാരന് മനസ്സിലാക്കാത്തത് 2-ാം നൂറ്റാണ്ടുകാരന് മനസ്സിലായാൽ പറ്റും. ഹദീസ് وأولي الأمر منكم قياس إجماع فإن تنازعتم في شيء فردوه إلى الله وإلى الرسول. قياس, ഈ ഖിയാസ് 3 നൂറ്റാണ്ടിന് ശേഷം ആളുകൾക്കും ഖിയാസാക്കാം. അപ്പൊ അതിനുശേഷവും ആ ഖിയാസ് ഇബാദത്തായി വരും. എത്രയോ ഉദാഹരണങ്ങൾ കാണാവുന്നതാണ്. ദീനിൽ ധാരാളം ഉദാഹരണങ്ങൾ അതിനുണ്ട്. അതെ, കുറച്ചു മുമ്പേ പറഞ്ഞു മുത്തുനബിനെ വിളിക്കുന്നതും അത്തഹിയാത്തിൽ നബിയെ ഓർക്കുന്നതും ഇതിനെപ്പറ്റിയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഈ ഷഹാദത്ത് കൽമ, ഇവരുടെ ഷഹാദത്ത് കൽമ എങ്ങനെയായിരിക്കും? ഷഹാദത്ത് കൽമയിൽ പ്രത്യേകം എടുത്തു പറയുന്നത് നബിയെ കൊണ്ട് വിശ്വസിക്കാൻ പറയുന്നുണ്ട്. ചോദ്യകർത്താവ് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാക്കിയിട്ടില്ലെന്ന് പിന്നെ എനിക്ക് തോന്നുക. എവിടെയാണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? നിസ്കാരത്തിൽ ഷഹാദത്തിലുമില്ലോ ഉണ്ട്, തഹിയ്യാത്തിലുണ്ട്, ഇല്ലെന്നാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അവിടെയാണ് എങ്കിൽ ആ ചോദ്യം അവിടെ പ്രസക്തമാണ്. നിസ്കാരത്തിൽ നബിയെ ഓർമ്മിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അതുമല്ല പറഞ്ഞത്. നിസ്കാരത്തിൽ മുഴുക്കെ നബിനെ ഓർമ്മിക്കുന്നതിനെ പറ്റിയാണ് അവിടെ വിഷയം. അതായത് ഒരു ഷെയ്ഖിന്റെ മുരീദാകുമ്പോൾ നിസ്കാരത്തിൽ ഷെയ്ഖിനെ ഹാജറാക്കുക എന്ന് പറയുന്ന തസവുഫിൽ ഒരു കായികയുണ്ട്. ഇത് നമ്മൾ മാത്രം പറഞ്ഞതല്ല. മുജദ്ദിദ് അൽഫസാനി തബ്ലീഗുകാർ വാഴ്ത്തി പറഞ്ഞ, ഈ പുസ്തകത്തിലും വാഴ്ത്തി പറഞ്ഞ മുജദ്ദിദ് അൽഫസാനിയുടെ മക്തൂബാത്തിലുണ്ട്. മക്തൂബാത്ത് സർഹിന്ദി, അത് അറബിയിലും ഉറുദുവിലും ഉണ്ട്. അതിൽ പറയുന്നുണ്ട് ഷെയ്ഖിനെ ഹാജറാക്കണമെന്ന്. അതിനെപ്പറ്റിയാ പറഞ്ഞത്. മനസ്സിലല്ലോ? അത്തഹിയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു മാത്രമല്ല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന റസൂലുള്ളാഹി എന്നുള്ളത് നിസ്കാരത്തിലുണ്ട്. ആ സമയത്ത് നബിനെ ഓർമ്മിക്കുന്നത് പെടുക എന്നുള്ള തബ്ലീഗുകാർ പറയേണ്ട മറുപടിയാണ്. അവർ പറഞ്ഞിട്ടില്ല എന്ന് പറയണ്ട, അതുണ്ട്. അതിനെ ന്യായീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തത് ഈ മലയാളത്തിൽ കൂടെ. അതിന് അർത്ഥം പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. വിശദീകരണം നമുക്ക് കേൾക്കുക വേണ്ട. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി അത് പറയാൻ പാടില്ല. കാളയെപ്പോലെ കഴുതയെപ്പോലെ എന്ന് ഉദാഹരണം നിങ്ങൾ പറയാൻ പാടില്ല, അത് തെറ്റാണ്. അതാണ് നമ്മൾ പറയുന്നത്. ഞാനതിന്റെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചിട്ടില്ല, മനഃപൂർവ്വം ഉദ്ധരിക്കാതിരുന്നത്. ചോദ്യകർത്താക്കളൊന്നും ഇല്ലെങ്കിൽ സമയം നീട്ടിക്കൊണ്ടുപോകാന്ന് കരാറൊന്നും എടുത്തിട്ടില്ല. 10:30 മണിയായാലും അല്ലെ, മഗ്‌രിബിന് ശേഷം തന്നെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ദുആ നടത്തിയിട്ട് പിരിയാവുന്നതാണ് ഉസ്താദുമാരൊക്കെ സമ്മതപ്രകാരം.
വെറുതെ ഇങ്ങനെ ചവറ് നീട്ടിക്കൊണ്ടുണ്ടായി. ഏതായാലും തബ്ലീഗിനെ പറ്റി ഒരു ചോദ്യവും ഞാൻ ചോദിക്കാൻ നിങ്ങൾക്ക് വിഷമം എന്ന നിലക്കാണെങ്കിൽ സംസാരം വേണോ, സ്വകാര്യ സംസാരം വേണോ? എന്റെ ഒരു സുഹൃത്തുണ്ട് കണ്ണൂരിൽ, തബ്ലീഗിന്റെ ഒരു സുഹൃത്ത്. ഞാൻ ആ സുഹൃത്തിനോട് ഒരുപാട് പറഞ്ഞു, സ്വകാര്യ സംഭാഷണം. ഒരു മൗലവിയാണ്, പേരൊന്നും ഞാനോട് പറയണില്ല. അങ്ങനെ ആന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ണൂരിൽ ചെന്നപ്പോൾ മുമ്പ് ഉദർ പറഞ്ഞ് മാറി. ഞാൻ ചോദിക്കണം തബ്ലീഗുകാരോട് വിനയത്തോടെ, ഞങ്ങൾക്ക് നിങ്ങളെപ്പറ്റി മനസ്സിലാക്കിയതിൽ അബദ്ധം വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞങ്ങളെ നന്മയിലാക്കൽ നിങ്ങളെ കടമയാണ്. ഞങ്ങൾക്കൊന്ന് ഇരുന്നിട്ട് മനസ്സിലാക്കി തരും. ഞങ്ങൾ പറഞ്ഞ് ഇന്ന തെറ്റുണ്ട് എന്നൊന്ന് മനസ്സിലാക്കി തരും വിനയത്തോടെ, അല്ലെ? റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീനെ നേതൃത്വം വഹിക്കും. നിങ്ങളെപ്പറ്റി ഞങ്ങൾ മനസ്സിലാക്കിയത് തെറ്റാണെങ്കിൽ ഞങ്ങളെ നന്മയിലാക്കേണ്ട മാർഗം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ നിൽക്കണമെന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ. അതുകൊണ്ട് ഒന്ന് സൗഹൃദ സംഭാഷണത്തിനുണ്ടോ ആരോഗ്യകരമായ വൈജ്ഞാനിക ചർച്ച? ഉസ്താദേ, ഈ തബ്ലീഗുകാർ ചോദിക്കാത്തത് കൊണ്ടാണ് ഞങ്ങളെപ്പോലത്തെവരിങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. പിന്നെ ഒന്ന്, ഇവിടെ കറകളഞ്ഞൊരു തബ്ലീഗ് ഉണ്ടോന്ന് എനിക്ക് സംശയമാണ്. അഞ്ഞനം എന്നത് എനിക്കറിയാം, മഞ്ഞൾ പോലെ വെളുത്തിട്ട് എന്ന് പണ്ടൊരാളൊരു പാടിയിരുന്നു എന്ന് പറഞ്ഞ പോലാണ് ഞാനും തബ്ലീഗാന്ന് രാവിലെ എണീച്ചിട്ട് ഉപയോഗിച്ചിട്ട് വരും. ഞാനും തബ്ലീഗാണ്, അത്രേ ഇവർക്കും അറിയുള്ളൂ, ഞങ്ങൾക്കും അത്രേ അറിയുള്ളൂ. അതുകൊണ്ടിങ്ങനെ എന്തെങ്കിലും ചോദിക്കുക, എന്തെങ്കിലും സമയം കളയുക, അത്രേ ഞങ്ങളും ഉദ്ദേശിച്ചുള്ളൂ. ഇത് അവസാനിപ്പിക്കേണ്ടതാണ്, അത്രേ നമുക്ക് പറയാനുള്ളൂ. എന്തെങ്കിലും ചോദിക്കുക, എന്തെങ്കിലും സമയം കളയുക എന്നുള്ളത് അവസാനിപ്പിക്കേണ്ടതാണ്. ഒന്നുകൂടി ചോദിച്ചോട്ടെ. പറഞ്ഞു നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് ഒരു ഉത്തരം പറഞ്ഞപ്പോ നിങ്ങൾ ഒന്നും പറയാതെ മുങ്ങിക്കളഞ്ഞില്ല. ഞാനൊന്നും പറയും, ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാ പോയത്. അല്ല, ആ ചോദ്യത്തിന് ഉത്തരത്തെ പറ്റി ഉത്തരം കിട്ടിയത് കൊണ്ടാണല്ലോ ഉത്തരത്തെ പോയത്, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നില്ലേ? ഉത്തരം സംതൃപ്തമാണോ? സംതൃപ്തമാണ്. എന്റെ കൂടെ കൂടി ചോദിക്കാൻ എന്തായിരുന്നു, അപ്പൊ ജുമുഅ ശരിയാവുമോ ഇല്ലേ? ജമാഅത്തായിട്ട് നിസ്കരിച്ചാലേ ഉസ്താദെ ജുമുഅ ശരിയാവും. അപ്പൊ തബ്ലീഗിന്റെ ബാക്കിൽ നിന്നിട്ട് ജുമുഅ നിസ്കരിച്ചാൽ ജുമുഅ ശരിയാവുമോ ഇല്ലേ? ചോദ്യകർത്താവ് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മറുപടി ഇത്തിരി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വളരെ കൃത്യമായ ഉത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളെ ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് തുടരൽ ജുമുഅക്ക് സഹി ഷർത്താണ്, ജമാഅത്ത് ഷർത്താണ്. തുടരൽ ശരിയാണ്, തുടർന്നതിന്റെ കൂലിയിട്ടൂലെങ്കിലും തുടരൽ ശരിയാണ്, തുടർന്നതിന്റെ കൂലിയിട്ടൂല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ തുടരൽ ഇവിടെ സംഭവിച്ചതുകൊണ്ട് ജുമുഅ കിട്ടുമെന്നത് വ്യക്തമല്ലേ? ജുമുഅ സഹീഹാണ്, തുടരലും സഹീഹാണ്. വളരെ വ്യക്തമാണ് ഉത്തരം. അവരെ തുടർന്നാൽ ജുമുഅ ശരിയാണെന്ന് അർത്ഥം. അർത്ഥമല്ല, ആ വാക്കിന് അവരെ തുടർന്നാൽ ശരിയാകുന്ന അർത്ഥം വെക്കൊന്നും വേണ്ട. അവരെ തുടർന്നാൽ ശരിയാകും. അപ്പൊ നാളെ മുതൽ തബ്ലീഗ് ജമാഅത്തിന്റെയോ തബ്ലീഗിന്റെയോ പള്ളി വെച്ച് ജുമുഅക്ക് പങ്കെടുത്താൽ നിസ്കാരം ശരിയാവുമെന്നാണ് ഉസ്താദ് പറയുന്നത്. ഇനിയും പിന്നെയും ചോദിക്കണത്, ഒരു തബ്ലീഗിന്റെ പള്ളിയിൽ ജുമുഅന്റെ ഷർത്തുകൾ പാലിക്കപ്പെട്ട, അഥവാ അറബിയിലുള്ള ഖുതുബ, തബ്ലീഗുകാർ അറബിയിലെ ഖുതുബ ഓതൽ കണ്ടെടുത്തോളം, അറബിയിൽ ഖുതുബ ഓതുന്ന ഒരു തബ്ലീഗിന്റെ നിസ്കാരം ശരിയാകുന്ന രീതിയിലുള്ള ഒരു തബ്ലീഗിന്റെ ജുമുഅക്ക് തുടർന്നാൽ ജുമുഅ സഹീഹാണ്. അതോടൊപ്പം അയാളുടെ ജുമുഅന്റെ ജമാഅത്തിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കുകയില്ല. ജമാഅത്ത് നഷ്ടപ്പെട്ട, ജമാഅത്തിന്റെ കൂലിയില്ലാത്ത ജുമുഅ ഉണ്ടാകുന്നതാണ്. അതേ സ്ഥാനത്ത് എത്രയോ മുത്തുമൂമിനീങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു നല്ല വിശ്വാസമുള്ള അഖീദയുള്ള ഒരു ഇമാമിന്റെ പിന്തുടർന്ന് നിസ്കരിച്ചാൽ ആ ജമാഅത്ത് അയാൾക്ക് ലഭിക്കുന്നതാണ് 27 ഇരട്ടി കൂലി. നേരെ മറിച്ച് ആ ജുമുഅ സഹീഹാണ്, തബ്ലീഗിനെ തുടർന്നാൽ ജമാഅത്തിന്റെ കൂലി ലഭിക്കുകയില്ല. ജമാഅത്തില്ലാതെ ജുമുഅ ശരിയാണെന്നാണ് ഉസ്താദ് പറയുന്നത്. എന്താ പറയാ പഠിച്ചോണി, ഈ കുട്ടിനെ അല്ല ഉസ്താദ് പറഞ്ഞല്ലോ ജമാഅത്ത് കൂലി കിട്ടൂല, പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ ഉസ്താദ് ജമാഅത്തായിട്ട്. കാര്യമുണ്ട്, അത് പറഞ്ഞല്ലോ. തുടരൽ ശരിയാണ്, അതോടൊപ്പം തുടർന്നതിന്റെ കൂലി കിട്ടൂല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പൊ മൂപ്പരടുത്തേക്ക് ബുദ്ധിയിലേക്ക് വന്നത്. തുടരൽ ശരിയാണ്, എന്നാൽ ആ തുടർന്നതിന്റെ ജമാഅത്തിന്റെ കൂലി കിട്ടൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പിന്നെ എന്താണ് ഇപ്പൊ മൂപ്പർ ചോദിച്ചു. ഇപ്പൊ അവിടത്തേക്ക് മൂപ്പർ എത്തിയത് മെല്ലെ മെല്ലെ ബുദ്ധി ചലിക്കുന്നുള്ളൂ. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ചോദ്യത്തിന്റെ ഉത്തരം. എന്താണ് പറഞ്ഞത്? തുടരൽ ശരിയാകും, ജമാഅത്തിന്റെ കൂലി കിട്ടൂല എന്ന് പറഞ്ഞാൽ വ്യക്തിഹത്യ നടത്താൻ പാടില്ല. ഇപ്പം പറഞ്ഞ വ്യക്തിഹത്യാണ്, മെല്ലെ മെല്ലെയാണ്. വ്യക്തിഹത്യ പാടുണ്ടോ ഇല്ലേ? വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല. റിസർച്ച് പറഞ്ഞ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല. എല്ലാവരും കേട്ട കാര്യമാണ്. എന്താ വ്യക്തിഹത്യ? ഈ ജാതി പൊട്ടതാ പറഞ്ഞിട്ട് ഏത് ഈ ജാതി പൊട്ട? ഞാൻ പറഞ്ഞുതരാം, മനസ്സിലാക്കി. മറുപടിക്കാണ് ഞാൻ ചോദിച്ചത് ഉസ്താദിനോട്. ഞാൻ ആ ഉത്തരം പറഞ്ഞ കേൾക്ക്, വിഷയം കേൾക്കിങ്ങള്.
ഞാൻ മനസ്സിലാക്കി, നിങ്ങൾ വിശദീകരിക്കട്ടെ. ഞാൻ പറയാം എനിക്ക് നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളവിടെ ഇരിക്കും, ഞാൻ പറയാം. ഒരാള് തുടരൽ സഹീഹാകുന്ന ഒരാളോട് തുടർന്നാൽ തന്നെ ബിദ്അത്ത് പോലുള്ള കാരണങ്ങളുണ്ടെങ്കിൽ തുടരലിന് അഥവാ ജമാഅത്തിന് കൂലി കിട്ടൂല, അത് കറാഹത്തായതുകൊണ്ട്. അപ്പൊ പിന്നെ തുടർന്നുകൊണ്ട് എന്താ കാര്യം? ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അഥവാ ജുമുഅ അത് സഹീഹാകണമെങ്കിൽ തുടരൽ വേണം. ജുമുഅ സഹീഹാവണമെങ്കിൽ തുടരണം, ജമാഅത്ത് വേണം. പക്ഷേ ഒരാൾ ജുമുഅയിൽ ഒരു ഇമാമിനോട് തുടർന്നു. ആ തുടർന്നപ്പോൾ തുടരലൊക്കെ ശരിയായതുകൊണ്ട് അയാൾ ജുമുഅ സഹീഹാണ്. പക്ഷെ തുടർന്നതിന്റെ കൂലി 27 ഇരട്ടി എന്നത് അയാൾക്ക് കിട്ടൂല. പക്ഷെ ജുമുഅക്ക് സഹീഹാണ്. മറ്റൊരു കാര്യം, അഥവാ തുടരലിന്റെ ജമാഅത്തിന്റെ കൂലിയില്ല, അതോടൊപ്പം തുടരൽ ശരിയാണ്. അതാണ് അതിന്റെ എന്താണ് ഒരു നേട്ടമെന്ന ആ ചോദ്യത്തിന് മറ്റൊരു കാര്യം. ഒരാൾക്ക് ഇമാമായി ജമാഅത്തായി നിസ്കരിച്ചില്ലെങ്കിൽ നാളെ പടച്ചോൻ ചോദിക്കും. മുത്താലബത്ത് എന്ന് പറയുന്ന ഒന്നുണ്ട് മഹ്ശറയിൽ. എന്താണ് ജമാഅത്തായി നിസ്കരിക്കാത്തത്? ഒരു ഹദീസല്ലേ ജമാഅത്തായി നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഹദീസ് കൊണ്ട് നീ എന്ത് അമൽ ചെയ്തില്ല എന്ന് നാളെ മഹ്ശറയിൽ ചോദിക്കും. സുന്നത്താണെങ്കിലും ചോദിക്കും. പക്ഷേ ഒരു ബിദ്അത്തുകാരനോട് അയാളോട് തുടരൽ സഹീഹായതുകൊണ്ട് ആ തുടർന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം ഒഴിവായി കിട്ടും. നേരെ മറിച്ച് 27 ഇരട്ടി പ്രതിഫലം എന്ന് പറയുന്ന പ്രതിഫലം അയാൾക്ക് ലഭ്യമല്ല. എന്തുകൊണ്ട്? തുടരൽ കറാഹത്താണ്. കറാഹത്തായോട് ജമാഅത്തുമായി ബന്ധപ്പെട്ട കറാഹത്താണെങ്കിൽ ആ തുടരലിന്റെ പ്രതിഫലം 27 ഇരട്ടി എന്ന പ്രതിഫലം കിട്ടുകയില്ല. വളരെ വ്യക്തമായി നിങ്ങൾ ഈ ചോദിച്ച ചോദ്യങ്ങൾ മുഴുവനും നമ്മുടെ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്താണ്. ഫത്ഹുൽ മുഈനിലുണ്ട് ഈ ഉത്തരങ്ങൾ മുഴുവനും. ഏതും കിതാബ് കൊണ്ട് സ്ഥിരപ്പെടുത്താൻ പറ്റുമോ? അത് ഫിഖ് കിതാബ് കൊണ്ട് ഇവർ തുടരാൻ പറ്റും എന്നുള്ളത് ഇഷ്ടം പോലെ കിതാബുണ്ട്. ഉദാഹരണം ഷാഫി മദ്ഹബിലെ ഫത്ഹുൽ മുഈൻ എന്ന കിതാബിലുണ്ട് ഈ മസല. ബിദ്അത്തുകാരനോട് തുടരൽ കറാഹത്താണ് എന്നൊരു സ്ഥലത്തുണ്ട്. തുടരലുമായി ബന്ധപ്പെട്ട കറാഹത്തുണ്ടെങ്കിൽ, ജമാഅത്തുമായി ബന്ധപ്പെട്ട കറാഹത്തുണ്ടെങ്കിൽ ആ കറാഹത്ത് കൊണ്ട് ജമാഅത്തിന്റെ കൂലി ലഭ്യമല്ല എന്ന് ഇയാനത്തിലുണ്ട്. ജമാഅത്ത് സഹിയായാൽ ജുമുഅക്ക് ജമാഅത്ത് ഷർത്താണ്, ജമാഅത്ത് സഹിയായാൽ ജുമുഅ സഹിയാകുമെന്ന് ജുമുഅന്റെ ബാബിൽ ഫത്ഹുൽ മുഈനിലുണ്ട്. ഒരു ഇബാറത്ത് വായിക്കാവോ കിതാബിന്? ഇബാറത്തെല്ലാം വായിച്ചിട്ട് എന്താ? നിങ്ങൾക്ക് എന്തായാലും വിയോജിപ്പില്ല. നമുക്ക് നാളെ ഒരു വിയോജിപ്പുള്ള മസലയാണെങ്കിൽ ഇപ്പൊ ഇബാറത്തിൽ ഫത്ഹുൽ മുഈനിയുടെ കയ്യിലുണ്ട്. ഇബാറത്ത് ഇങ്ങനെ നോക്കിയെടുത്ത് വായിച്ച് അർത്ഥം വെച്ച് എന്തായാലും കാര്യം കിതാബിലുണ്ട് എന്നല്ലേ പറഞ്ഞു, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മൾ നാളെ ഒരാളോട് ജമാഅത്തെ നിസ്കരിക്കാൻ നമ്മൾ പറയാലോ ഫത്ഹുൽ മുഈനിലുണ്ട് നിസ്കരിക്കാൻ പറ്റുന്നു. അത് തീർച്ചങ്ങൾ പറഞ്ഞോളൂ. ഇവിടെ തബ്ലീഗ് ജമാഅത്തുമായി നടത്തിയൊരു മുഖാമുഖാണ്. തബ്ലീഗ് ജമാഅത്തുമായി നടത്തുന്നൊരു മുഖാമുഖാണ്. തബ്ലീഗിന് പിഴവുണ്ട് എന്ന് സമർത്ഥിക്കാനാണ് ഈ മുഖാമുഖം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വരേണ്ടത്. തബ്ലീഗുകാർ മുബ്തദീകളാണ്. മുബ്തദീന്റെ പൊതുവായുള്ള സ്വഭാവത്തിൽ അത് പെട്ടു. അത് സാധാരണ സുവിദിതമായ മസലയാണ്. ഫത്ഹുൽ മുഈനിൽ പറഞ്ഞതാണ്. പരിപാടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശദമായി ഓരോന്നും വായിച്ച് അർത്ഥം വെച്ചുതരാം. നിങ്ങൾ അതൊന്നും വേണ്ട. അത് നമ്മളെ സാധാരണ നിങ്ങൾ ഒന്നാം ദർശയിൽ പോകില്ലേ മഗ്‌രിബിന് പള്ളിയിൽ ഉസ്താദിനോട് ചോദിച്ചാൽ മതി. ഫത്ഹുൽ മദ്രസന്റെ കിതാബിലുണ്ടതൊക്കെ. അത്രയും ബദീഹിയായ സിമ്പിളായ മസലകളാണ്. എന്നാ പിന്നെ ഉസ്താദ് നമ്മളെ കിതാബ് നോക്കി പഠിച്ചാൽ പോരെ? ഇങ്ങനെ പഠിച്ചിട്ട് പരിപാടിയൊക്കെ ഉള്ള ആവശ്യമില്ലല്ലോ ഉസ്താദ്. കിതാബില് തബ്ലീഗ് ജമാഅത്തിനെ പറ്റി ഏത് കിതാബിലും ഇല്ല. അതേ സ്ഥാനത്ത് തബ്ലീഗുകാർ വാദിക്കുന്ന വാദങ്ങൾ അവരുടെ ഗ്രന്ഥത്തിലാണ് ഉള്ളത്. അത് പൊതുജനങ്ങൾക്ക് അറിയില്ല. നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ ഞാനും തബ്ലീഗായി എന്ന് പറഞ്ഞു. അപ്പോൾ അത് അത്തരം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വളരെ പച്ചയായ ഖുർആനും സുന്നത്തിനും വളരെ പച്ചയായ വിരുദ്ധമായ ആശയങ്ങളാണത് എന്നും സദസ്യർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. അല്ലാതെ ഫത്ഹുൽ മുഈനിലുള്ള എല്ലാ മസലയും പറയാനുള്ള മുഖാമുഖമല്ല. വേറൊരാൾ ചോദിക്കും സക്കാത്തിന്റെ മസല ഇവിടെ വന്നിട്ട് എവിടുന്ന് പറയാൻ പറ്റും? അതല്ലല്ലോ ഇവിടെ ചർച്ച. ഉസ്താദിനോട് സക്കാത്തിന്റെ മസല നിസ്കാരത്തിന്റെ മസലയുള്ള ചോദിച്ചത് തബ്ലീഗുകാരനോട് തൊഴിൽ നിസ്കരിച്ച കാര്യമാണ്. ഉസ്താദ് നേരത്തെ ഒരുപാട് കിതാബുകൾ പറഞ്ഞ് വായിച്ചിരുന്നു. ഉസ്താദ് അവരുടെ കിതാബല്ല വായിച്ചത്. ഇവിടെ എല്ലാവർക്കും അറിയാം ഉസ്താദ് എന്റെ ഒരു പുസ്തകമാണ് അവർ വായിച്ചത്. നമ്മളാരും കിതാബ് കണ്ടിട്ടില്ല. ഉസ്താദ് കിതാബൊന്നും കാണിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം വായിച്ചത്. ഉസ്താദ് നേരത്തെ പറഞ്ഞ ഒരു 1-2 കിതാബുകൾ പറഞ്ഞല്ലോ. ഇവർ നേതാക്കന്മാർ എഴുതിയത് അങ്ങനെ വരട്ടെ, ആൺകുട്ടികളുടെ വരട്ടെ, ഇത് ആൺകുട്ടികളുടെ വരട്ടെ.
ആൺകുട്ടികളുടെ ഇതാ കിതാബ്. പരിഭാഷയല്ല, അവർ ഉറുദു കിതാബാണ് ഞാൻ ചോദിച്ചത്. അവർ കിതാബാണ് ചോദിച്ചത്, പരിഭാഷയല്ല ചോദിച്ചത്. ഉസ്താദ് നേരെ പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരെ പേര് പറഞ്ഞിട്ട് അവരുടെ പണ്ഡിതന്മാരെ പേര് പറഞ്ഞിട്ട് ഉസ്താദ് ഒരുപാട് കിതാബിന്റെ പേര് പറഞ്ഞിരുന്നു. കിതാബിന്റെ പേരോ ഇമാമിങ്ങളെ പേരോ എനിക്ക് ഓർമ്മയില്ല. ആ പണ്ഡിതന്മാരുടെ കിതാബ് ഉസ്താദിന്റെ കയ്യിലുണ്ട് എന്നാണ് ചോദ്യം. പരിഭാഷ കാര്യം ഞങ്ങൾക്ക് അറിയാം, പറയാനും അറിയാം. പക്ഷെ ഉസ്താദ് കിതാബ് കൊണ്ട് തെളിയിക്കണം. കിതാബ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പരിഭാഷ ആവശ്യമില്ല. ഒരുപാട് വിഷയങ്ങൾ സൂചിപ്പിച്ച് ഒരു കിതാബ് എടുത്തിട്ട് കാണിച്ചില്ല. ഓരോ കിതാബ് എടുത്തിട്ട് ഉസ്താദ് വാദിക്കാൻ തയ്യാറാണോ? തബ്ലീഗ് ജമാഅത്ത് തെറ്റാണെന്ന് ഓരോ കിതാബ് വെച്ചിട്ട് വാദിക്കണം. ഓരോ ഇമാമിങ്ങളുടെയും കിതാബ് വെച്ചിട്ട് ഉസ്താദ് വാദിക്കണം. ഒരു പരിഭാഷ വെച്ചിട്ട് വായിക്കരുത്. ഇതാ കേട്ടോളൂ. ഞാൻ തുടങ്ങി, ഇവിടുന്ന് ചർച്ച തുടങ്ങി, പുതിയ തുടങ്ങി. തബ്ലീഗ് പിഴച്ചതാണെന്ന് ഞാനിവിടെ ഒരുപാട് ഉദ്ധരണികൾ വായിച്ചിട്ടുണ്ട്. അത് ഓരോന്നും ഞാൻ വായിച്ച് നേരിട്ട് പുസ്തകത്തിൽ നിന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഇവിടെ ഏറ്റവും അവലംബിച്ചത്, ഇവിടെ ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകം ഇതാണ്. ദേവബന്ദ് പണ്ഡിതർ, നവോത്ഥാന ശില്പികൾ. ഇതാരുടെയും പരിഭാഷയല്ല, ഇത് ഡയറക്റ്റ് മലയാളത്തിൽ എഴുതിയ പുസ്തകം. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചത് ഇതിൽ നിന്നാണ്. ഇതിൽ ഓരോ വരിയും നമുക്ക് പരിശോധിക്കാം. ഏത് ആശയമാണ് ഞാൻ ഇവിടെ വായിക്കേണ്ടത്? വഹാബികൾ പിഴച്ചതാണെന്നതിന് ഒരുപാട് തെളിവുകൾ, ധാരാളം തബ്ലീഗുകാർ പിഴച്ചതാകുന്നതിന് ധാരാളം തെളിവുകൾ ഞാൻ ഇതിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഉദ്ധരിച്ച ഉദ്ധരണികൾ തുടരലിന്റെ മസലൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ, ഹാജറാണ്. നിങ്ങൾ ചോദിച്ച മസലകൾ ഓരോന്നും. അപ്പൊ അതിരിക്കട്ടെ. ഇപ്പൊ മൂപ്പർ പുതിയൊരു വാദം വെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയോ? ഒന്നും വായിച്ചിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ വായിച്ചത് ഇതാ. ഇത് മലയാളത്തെ ആരെയും പരിഭാഷയല്ല, ഇത് ഈ അടുത്തിറക്കിയ പുസ്തകമാണ്. തബ്ലീഗ് എന്തിന് എന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകം. ദേവബന്ദ് പണ്ഡിതർ, നവോത്ഥാന ശില്പികൾ എന്ന പേരിൽ എഴുതിയ പുസ്തകം. ഈ പുസ്തകത്തിൽ ഒരുപാട് ഉദ്ധരണികൾ വായിച്ചു. ഇതിൽ ഏത് ഉദ്ധരണിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത്? പറഞ്ഞോളൂ. ഉസ്താദ് നേരത്തെ പറഞ്ഞ ഒരുപാട് കിതാബുകൾ പറഞ്ഞല്ലോ ഓരോരാളുകളെ. അതന്നെ ഇത് ഏറ്റവും കൂടുതൽ വായിച്ചത് ഇത് കിതാബാണ് ഉസ്താദ്. ഒരു പരിഭാഷയല്ല. ജമാഅത്ത്, തബ്ലീഗ് ജമാഅത്ത് എന്തിനെന്നുള്ളൊരു കിതാബല്ലത്, പരിഭാഷയല്ലത്. അത് നേരിട്ടൊരു പുസ്തകമാണ്. അത് ഒന്നിന്റെയും പരിഭാഷ. തബ്ലീഗ് എന്താണെന്ന് തബ്ലീഗുകാർ പഠിപ്പിക്കുന്ന മലയാളത്തിലുള്ള പുസ്തകമാണ്. മലയാളത്തിലുള്ള ഒന്നിന്റെയും പരിഭാഷയല്ല. നൂറുകണക്കിന് ബിദ്അത്തുകൾ ആ പുസ്തകത്തിൽ മാത്രമുണ്ട്. തബ്ലീഗിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരാകപ്പെട്ട ആളുകളൊക്കെ ആ പുസ്തകത്തിൽ ലേഖനം എഴുതി പങ്കെടുത്തിട്ടുണ്ട്. അത് തെറ്റാണെന്ന് തബ്ലീഗുകാർ ഈ പറഞ്ഞ ആളുകളൊക്കെ പ്രഖ്യാപിച്ചാൽ ഈ പറഞ്ഞ ആളുകളൊക്കെ തബ്ലീഗിൽ നിന്ന് പോകൂലോ? സ്വാഭാവികമല്ലേ? അപ്പൊ മലയാളത്തിൽ ഒന്നിന്റെയും പരിഭാഷയല്ല. നോക്കാം ഏത് ആശയമാണ് ഞാൻ വായിക്കേണ്ടത്. ഇപ്പൊ ഞാൻ വായിക്കും. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതന്റെ പേര് പറഞ്ഞാട്ട് ഉസ്താദ് അതിൽ പ്രതിപാദിച്ച ആ പണ്ഡിതൻ പറഞ്ഞ വാക്കും പറയണം. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇതാ ഇങ്ങോട്ട് കേട്ടോളൂ. അല്ലാതെ കഴിയട്ടെ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ ആരാണ്? ഇതിലെഴുതിയ ആളുകൾ ഇന്ന് വരെ ആരും മരിച്ചതായി ഞങ്ങൾ അറിയില്ല. ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകൾ. ആരൊക്കെയാണുള്ളത്? ഹാഫിൽ ഇസ്മായിൽ ഇല്യാസ് അൽ കൗസരി, തബ്ലീഗിന്റെ കോളേജ്, ആ കൗസരിയ കോളേജ്, അതിന് ബിരുദം എടുത്തിറങ്ങിയ ആള്. ഇനി ഇന്ന് രക്ഷാധികാരി ഹാഫിൽ കെ എം അബ്ദുൽ കരീം മൗലാന, ഒരു വലിയ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉറുദു പുസ്തകം പരിഭാഷപ്പെടുത്തിയാണ് ഇദ്ദേഹം. ഇത് പരിഭാഷയല്ല, ശരിക്കും ശ്രദ്ധിച്ചോളൂ. രണ്ടാമത് ഇ എം സുലൈമാൻ മൗലവി അൽ കൗസരി, ഹാഫിൽ മുസമ്മിൽ മൗലവി അൽ കൗസരി, പി എച്ച് സൈനുൽ ആബിദീൻ മൗലവി അൽ കൗസരി, സുബൈർ കൗസരി, യൂനുസ് മൗലവി അൽ കൗസരി. അങ്ങനെ ഒരുപാട് കൗസരിമാരുണ്ട്. ഇവരാരും ജീവിച്ചിരിക്കുന്നവരാണ്. ഇവരുടെ പുസ്തകത്തിലുള്ള ഉദ്ധരണികൾ ഒന്ന് കേട്ടോളൂ. യാ റസൂലല്ലാഹ് എന്നൊരാൾ വിളിച്ചാൽ അവൻ കാഫിറാകുമെന്ന് ഈ പുസ്തകത്തിലുണ്ട്. അത് മാത്രം മതി തബ്ലീഗ് പേച്ചാന്ന് പറയാം. അത് കാണണോ വേണ്ടേ? ഇപ്പൊ പറയും. കാണണം. എന്നാ കാണാന് ചോദ്യകർത്താവ് സ്റ്റേജിലേക്ക് വരട്ടെ. നമ്മൾ പുസ്തകം നോക്കി അയാൾ കണ്ടിട്ട് പറയട്ടെ. ആ
ഇല്ല നോക്ക്. നബിമാർക്ക് ഇൽമുൽ ഗൈബ് ഇല്ലാത്തതിനാൽ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കൽ അനുവദനീയമല്ല. ഇൽമുൽ ഗൈബ് മുഖേന തങ്ങൾ ദൂരത്തു നിന്നുള്ള വിളി കേൾക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും വിളിച്ചാൽ അത് കുഫ്റാണ്. കണ്ടോ? അടുത്ത ഒന്നും കൂടി കാണിക്കാം. ഈ പുസ്തകത്തിന്റെ 140 നിങ്ങൾ പറഞ്ഞ പരിഭാഷ, ഇതൊന്നിന്റെ പരിഭാഷ ഒന്നുമല്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. തബ്ലീഗുകാർ വന്ന് ഇരിക്കട്ടെ എന്ന് പറയണതാ. ഇതൊന്ന് വായിച്ചോട്ടെ. അടുത്തത് ഒന്നുകൂടി. അജ്മീർ, സാലാർ മസൂദിന്റെ കബറിടം പോലുള്ള സ്ഥലങ്ങളിലേക്ക് തങ്ങളുടെ ആവശ്യം തേടി പോകുന്നവർ കൊലപാതകം, വ്യഭിചാരം ഉള്ള കൃത്യമാണ് ചെയ്തിരിക്കുന്നത്. ലാത്തയെയോ ഉസ്സയെയോ ആരാധിക്കുന്നവനോടും സ്വയം നിർമ്മിത വസ്തുക്കളെ പൂജിക്കുന്നവരോടും മാത്രമേ അവരെ ഉപമിക്കാൻ കഴിയുകയുള്ളൂ. പണ്ഡിതണ്ടോല്ലേ ഇത് ഇവര് പറയാണ്. ഈ പുസ്തകം എഴുതിയ ആൾക്കാർ, ഒരു പറ്റം തബ്ലീഗുകാർ ചേർന്നുണ്ടാക്കിയ ഒരു പുസ്തകമാണിത്. മദ്രസയിലെ പുസ്തകം, നമ്മുടെ സമസ്തന്റെ മദ്രസയിലെ ഒരു പുസ്തകം. അത് ആരാ ഉണ്ടാക്കിയത്? അത് ആ പുസ്തകം ഉണ്ടാക്കിയ ഒരു ബോഡിയുണ്ട്. ഈ പുസ്തകം ആരാ ഉണ്ടാക്കിയത്? ആരാ പറഞ്ഞത്? തുടക്കത്തിൽ പറയേണ്ടത് ആരൊക്കെയാണിത്? ഇതിന്റെ ഈ പുസ്തകത്തിന്റെ ഒരു ബോർഡ് ഉണ്ടാക്കിയതാണ് ചേർന്നിട്ട്. അതിന്റെ മുഴുവൻ ആളുകളെയാണ് രക്ഷാധികാരി, ആ ബോർഡിന്റെ രക്ഷാധികാരി ഹാഫിൽ KM അബ്ദുൽ കരീം മൗലാന, രണ്ടാമത് ഡയറക്ടർ EM സുലൈമാൻ മൗലവി അൽ കൗസരി, പിന്നെ ചീഫ് എഡിറ്റർ, അതാണ് ഏറ്റവും പ്രധാനമായ ആൾ. ചീഫ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എഡിറ്റിംഗ് ബോർഡിന്റെ വളരെ പ്രധാനപ്പെട്ട ആൾ ഹാഫിൽ മുസമ്മിൽ മൗലവി അൽ കൗസരി. അങ്ങനെ എഡിറ്റേഴ്സ് മുഴുവനും പറയാണ്. ഇത് നാട്ടുകാർ കൈകാര്യം ചെയ്തോളി. നാട്ടുകാർ കൈകാര്യം ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല. അതായത് എന്താ വേണ്ടത് എന്ന് അംഗീകരിക്കുക ഇല്ല എന്ന് ചോദിക്കണമെന്ന് സദസ്യർ പറയാം. ഒരിക്കലും ഒരു കാര്യം അംഗീകരിക്കൂല ചോദിച്ചാല് മർക്കട മുഷ്ടി സംസാരം പറയാം. അപ്പൊ അതുകൊണ്ടാണ് പറയണത്, ആളുകൾക്ക് താല്പര്യമുണ്ട് ഇത്രയും റിസ്ക് എടുത്ത് സ്റ്റേ ഒപ്പിച്ച സ്ഥിതിക്ക് ഇത് ഞാൻ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് പറയുന്നൊരു മാന്യതയാണ്. ആ മാന്യത ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് സദസ്യർ ഉദ്ദേശിക്കട്ടെ, അവർ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞതിനർത്ഥം. ഇപ്പോഴും പറഞ്ഞ് ജമാഅത്ത് തബ്ലീഗുകാർ പിഴച്ചവരാണെന്ന്. പിഴച്ചവരുടെ കൂടെ എന്തായാലും നിസ്കരിക്കാൻ പറ്റൂലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിന്നെ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എന്താക്കാം, സലാം പറയാൻ പറ്റും. ഒരാൾ ഏറ്റവും വലിയ കടമയാണ് നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരം ഒരു തബ്ലീഗുകാരനോട് തുടർന്ന് നിസ്കരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും സലാം പറയാൻ പറ്റുമല്ലോ ഉസ്താദേ. അപ്പൊ ആ വിഷയം വിട്ടു. കണ്ടില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? സത്യം ബോധ്യപ്പെട്ടിട്ട് അതിന്റെ നിലപാട് എന്താണെന്ന് സ്വന്തം പറയാൻ അംഗീകരിക്കാനുള്ള വൈഷമ്യാണ് മുമ്പ് മറ്റൊരു ചോദ്യത്തിൽ. ഞാൻ അംഗീകരിക്കാൻ വൈഷമ്യം എന്ന് ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഉസ്താദ് എന്തെങ്കിലും വല്ല ചിന്തിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞതേ പറയാൻ പാടുള്ളൂ. ഇത് ഒരുപാട് ആൾക്ക് സംശയമുള്ള കാര്യമാണിത്. ഒരാളോട് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സലാം പറയാൻ പറ്റൂല? മുസ്ലിമായ വ്യക്തിക്ക് എന്തായാലും കണ്ടാൽ സലാം പറയും. സലാം പറയാണ്ടിരിക്കണമെങ്കിൽ എന്തായിരിക്കണം? അല്ലെങ്കിൽ മുസ്ലിം അല്ലാതിരിക്കണം, അല്ലെങ്കിൽ ബാത്റൂമിലായിരിക്കണം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയായിരിക്കണം. ഇതൊന്നുമല്ല, തീർച്ചയായിട്ടും സലാം പറയാലോ. മുസ്ലിമായ വ്യക്തികൾ തീർച്ച പറയാൻ നിർബന്ധമാണല്ലോ ഉസ്താദെ. സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണല്ലോ. തബ്ലീഗുകാരൻ സലാം പറഞ്ഞാൽ മടക്കൽ നിർബന്ധമല്ല ഒരു മുസ്ലിമിന്റെ പേരിൽ. കഴിഞ്ഞില്ലേ? ഇനി വീണ്ടും ആ ചോദ്യത്തിലേക്ക് തന്നെ വീണ്ടും സഹോദരൻ വന്നിരിക്കുകയാണ്. ഇവിടെ തബ്ലീഗുകാരൻ പിഴച്ചതാണ് എന്ന് ആ പുസ്തകത്തിലെ ഉത്തരം നേരിട്ട് കണ്ട് സുഹൃത്ത് വായിക്കാൻ തയ്യാറായതിൽ സുഹൃത്തിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ ആ കണ്ട് ബോധ്യപ്പെട്ടതിന്റെ റിസൾട്ട് പിന്നെയും ഉപരി പറയണില്ല. അതാണ് സദസ്സിനൊക്കെ താല്പര്യമുള്ളത്. പറയാതിരുന്നാൽ വാശി പിടിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇനി അടുത്ത് പറയാം. ഞാൻ പറഞ്ഞു കേട്ടെ. പറഞ്ഞ നിങ്ങൾ ഇത്രയും പറഞ്ഞ ഞാൻ കേട്ടിരുന്നില്ലേ? ഇനി രണ്ടാമത്തത്, പിഴച്ചാ പിന്നെ തുടരാൻ പാടില്ലല്ലോ. നീ പറയില്ല, അത് ഞാൻ പറയേണ്ടത്, അത് വേറെ ആരെങ്കിലും പറയേണ്ടതല്ല. അത് ഇസ്ലാമിക ലോകം പറയണം. എന്താണ് മുബ്തദി എന്ന് പറഞ്ഞാൽ? പിഴച്ചവനാണ്, കാഫിറല്ല മുബ്തദി. ആ കാഫിറിനെ തുടരുന്നതിന്റെ വിധിയല്ല മുബ്തദീനെ തുടരുന്നതിന്റെ വിധി. തുടരൽ ശരിയാണ്, പക്ഷെ തുടരൽ കറാഹത്താണ്. ഇതാ കിതാബ് പറയുന്നു.
തമ്മാടിനെ തുടരൽ കറാഹത്താണ്. തമ്മാടിയാണ് ഇമാമിന്റെ തുടരൽ കറാഹത്താണ്. ഓൻ ഇസ്ലാമെന്ന് പുറത്തൊന്നുമല്ല, മുസ്ലിമാ. പക്ഷെ വളരെ തമ്മാടിത്തരം ചെയ്യുന്ന ആളുകളോട് തുടരൽ കറാഹത്താണ്. ഒന്ന് കേട്ടോളൂ, മുബത്തദഈനെയും വിദേഹത്തുള്ളവനെയും തുടരൽ കറാഹത്താണ്. കറാഹത്തേ ഉള്ളൂ. തുടർന്നാൽ നിസ്കാരം ശരിയാകും. കറാഹത്താണ്, ഹറാമൊന്നുമല്ല. തുടരൽ കറാഹത്താണ്. വളരെ കൃത്യമായി പറയുകയാണ്. ഇനി ഇത് വിശദീകരണം പറഞ്ഞത് കറാഹത്താണെങ്കിലും വിദേഹത്തുമായി ബന്ധപ്പെട്ട ജമാഅത്തുമായി ബന്ധപ്പെട്ട കറാഹത്താണെങ്കിൽ ആ കറാഹത്തോണ്ട് ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുന്നു പറഞ്ഞത്. അപ്പൊ തുടരാം എന്നാൽ ശരിയാണ്, പക്ഷെ തുടരൽ കറാഹത്താണ്. തുടരലിന്റെ ഷർത്തിൽ വിദേഹത്തല്ലാതിരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല, അതന്നെ മതി. അതാ മൂപ്പർ ആദ്യം ചോദിച്ചു വന്നേ, ഈ ഷർത്തുകളൊക്കെ ഉണ്ടെങ്കിൽ തുടരാൻ പറ്റുമല്ലോ. തുടർന്നാൽ തുടരൽ ശരിയാണ്. പക്ഷെ ആ തുടർന്നത് കൊണ്ട് മുബത്തദഈനോട് തുടരുക എന്ന കറാഹത്ത് വരുന്നത് കൊണ്ട് ആ കറാഹത്തുള്ളത് കൊണ്ട് ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടും. അതാണ് അതിന്റെ വിധി. ഇനി സലാമിന്റെ മസല കേട്ടോളൂ നിങ്ങൾ. സലാം, മുബത്തദഈനോട് സലാം പറയരുത്. എന്താ അയാൾ തുടരുന്നെന്താ സലാം പറഞ്ഞൂടെ എന്ന യുക്തിയാണ്. അത് സുഹൃത്ത് പറയേണ്ടതല്ല, ഞാനും പറയേണ്ടതല്ല. ഈ ദീനന്റെ ഇമാമിയങ്ങൾ പറയുന്നു, ബഹുമാനപ്പെട്ട അയിമ്മത്ത് പറയുന്നു. അതിന് തെളിവുണ്ട്. എന്താ തെളിവ്? ബഹുമാനപ്പെട്ട സയ്യിദുനാ കഅബ് റളിയല്ലാഹു അൻഹു ബുഖാരിയിൽ പറയുകയാണ്, സഹീഹുൽ ബുഖാരിയിൽ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. കഅബ് റളിയല്ലാഹു അൻഹു വലിയൊരു തെറ്റ്, ആ തെറ്റിന് വേണ്ടി 50ഓളം ദിവസം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ആരും മൂപ്പരോട് സലാം പറഞ്ഞില്ല. എന്തുകൊണ്ടായിരുന്നു? മൂപ്പർ അങ്ങേയറ്റ കരഞ്ഞ് തൗബ ചെയ്ത് തൗബ സ്വീകരിച്ചു എന്ന ആയത്ത് വന്നപ്പോൾ മൂപ്പരോട് സലാം പറയുകയായിരുന്നു. ഈ ഹദീസിന്റെ പിൻബലത്തിൽ, ഈ ഹദീസിന്റെ തെളിവുകളിൽ ഇമാമുകൾ പറയുന്നു, അവരെ വർദ്ധിക്കുക, അവരെ ഒറ്റപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അവരോട് സലാം പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഇമാമിങ്ങൾ പറയാം. സലാം പറയരുത് എന്ന് ഇമാമിങ്ങൾ. എന്നാൽ അവരെ തുടർന്ന് നിസ്കരിക്കാൻ തുടർന്നാൽ കറാഹത്തേ ഉള്ളൂ. കറാഹത്തുണ്ടായാൽ ജമാഅത്തിന്റെ കൂലി കിട്ടൂല. ഇതൊക്കെ നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറയുന്നതാണ്. അതോടൊപ്പം തബ്ലീഗ് ജമാഅത്ത് കടുത്ത മുബത്തദഈകളാണ്. വിദേഹത്തിന് കാരണം ഇത്രയും സംഭവങ്ങളുമാണ്. വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലേ? കാരണമെന്ന് പറയാം, സന്ദർഭം വിവരിക്കാവോ? സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ സന്ദർഭം ഒന്ന് വിവരിക്കാമല്ലോ. സഹാബിയുടെ സന്ദർഭം ഉസ്താദ് വിവരിക്കാമോ? ഏത് സന്ദർഭത്തിലാണ് ആ സഹാബി അത് പറഞ്ഞത്? ഇപ്പൊ സഹാബിയുടെ കാര്യം പറഞ്ഞല്ലോ, വർജിക്കാൻ സലാം പറയാൻ പാടില്ല എന്നുള്ളത്. ആ സംഭവത്തിന്റെ സാഹചര്യം എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് അത് പറഞ്ഞത്? ഒന്ന് വിശദീകരിക്കാം, വളരെ വിശദമായി വിശദീകരിക്കാം. ഇമാം ബുഖാരി സഹീഹിൽ പേജുകളോളം വിശദീകരിച്ച ഒരു സംഭവമാണ്. ഹുനൈൻ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് പോകുമ്പോൾ കുറച്ച് ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ പോകാതെ മുങ്ങി നിന്നു. ഈ മുങ്ങി നിന്നപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ആ വിഷയം അറിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അവരോട് മിണ്ടരുത്. ചുരുക്കാണ്, ആ സംഭവത്തിന് ചുരുക്കാണ്. ഇത് ബുഖാരിയിലുള്ള സംഭവമാണ്. 2-3 പേജ് നീണ്ടു നിൽക്കുന്ന സംഭവം. അങ്ങനെ ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു തആല അൻഹു വളരെ വിഷമിച്ച് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞ് റസൂലുള്ളാഹി സ്വീകരിച്ചില്ല. എത്രയോ ദിവസങ്ങൾ ആ സഹാബി വന്ന് കരഞ്ഞെങ്കിലും റസൂലുള്ളാഹി സ്വീകരിച്ചില്ല. അങ്ങനെ ആ സഹാബിയോട് 50ഓളം മിണ്ടാതിരിക്കുകയും അങ്ങനെ ആ മനുഷ്യന്റെ തൗബ ചെയ്തു സ്വീകരിച്ചു എന്ന ആയത്ത് വന്നപ്പോൾ അദ്ദേഹത്തോട് മിണ്ടാൻ സലാം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർകൾ സഹാബത്തിന് സമ്മതം കൊടുക്കുകയും ചെയ്ത ഈ ഹദീസ്, ഇത് ഹദീസാണ്. ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഇമാമുകൾ പറയുന്നു, കാഫിറിനോടും മുബത്തദീനോടും സലാം പറയാതിരിക്കണം. അത് അവരോടുള്ള സജറാണ്. അവരെ ഒറ്റപ്പെടുത്തുന്നതിന്റെ, അവർ ബിദ്അത്ത് വർജിച്ച്, അവർ ഫിസ്ക് വർജിച്ച്, അവർ നേരായ മാർഗത്തിലേക്ക് വന്നാൽ ആ വരുന്നതിലേക്ക് പ്രചോദനം എന്ന നിലക്ക്, വരാൻ വേണ്ടിയുള്ള ഒരു പ്രേരണ എന്ന നിലക്ക് നിലവിലുള്ള തെറ്റിൽ നിന്ന് അവരെ സജർ ചെയ്യുക, ഉരമ്പി വരുക എന്ന ഭാഷയിൽ അവരോട് സലാം പറയരുത് എന്ന് ദീനന്റെ ഇമാമുകൾ പറയുന്നു. ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞത് എത്ര കൃത്യമാണ് പറയുന്നത്. വളരെ കൃത്യമല്ലേ? എത്ര മനോഹരമായിട്ടാണത് ഇമാമുകൾ പറയുന്നു. മടക്കിലും അങ്ങനെ തന്നെയാണ് ഉസ്താദ് വിധി. മടക്കുന്നതിന്റെ വിധിയും അങ്ങനെ തന്നെയാണ്. അവരോട് സലാം പറയുന്നതിന്റെയും മടക്കുന്നതിന്റെയും വിധിയും അങ്ങനെ തന്നെയാണ്.
ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, ഇനിയുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിയുറച്ച് വിശ്വാസമാണ്, റഫീഷി എന്ന പേര്. അപ്പൊ ഇവിടെ ഈ നൗഫൽ പറഞ്ഞ വിഷയമല്ലോ, സംഗതി ഇതിന്റെ മേലയിൽ ഈ തബ്ലീഗ് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ അവിടെ പ്രദേശത്ത് പാവപ്പെട്ടവരായ ജനങ്ങൾ നിസ്കരിക്കാൻ ആദ്യം നിസ്കരിക്കൽ അവർക്ക് അങ്ങനെ ഒരു 10-15-20 ആളുകൾ അങ്ങനെ പള്ളിയിൽ വരുന്നത്. ആ പള്ളി വന്നതിന് ശേഷം കുറച്ചാൾ നിസ്കരിക്കുന്ന സംഗതിയിലുണ്ട്. നമ്മൾ തബ്ലീഗിനെ ആശയം പിൻപറ്റണോ സംഗതിയൊന്നുമല്ല. അവിടെ ഇപ്പോൾ ഉള്ളത് തബ്ലീഗിന്റെ ജമാഅത്തിന്റെ ആളാണ് ഇമാമായിട്ട് നിൽക്കുന്നത്. സംഗതി എന്നാ സംഭവിക്കുന്നത് പറഞ്ഞാല് അവരെ പിന്തുടരുന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം. അങ്ങനെ ഇപ്പൊ ഇവിടെ നമ്മൾ ഉസ്താദിനെ വെച്ചുകൊണ്ട് വേറൊരു തബ്ലീഗിന്റെ ആൾ പിന്തുടരുമ്പോൾ ഞാൻ പിന്തുടരില്ല. പക്ഷെ ആ സാഹചര്യത്തിൽ അവിടെ ഇപ്പോ ആ പ്രദേശത്ത് ചെറിയ പള്ളിയുണ്ട്. അവിടെ ഇപ്പൊ നിസ്കാരം തന്നെ കുട്ടികൾ പോലും ബാക്കൗട്ടാകുന്നത് അവരവിടെ ഉള്ളതുകൊണ്ടാണ്. നമ്മള് മഹല്ല് കമ്മിറ്റിനോട് ഞാനടക്കം സംസാരിച്ചതിനും അവിടെ ഒരു നമ്മളെ പള്ളിയിലെ ഉസ്താദിനെ ഏതൊക്കെ ഒന്ന് വെച്ചോണ്ട് ചോദിച്ചോളൂ. ഈ നൗഫൽ ചോദിച്ച എല്ലാ ചോദ്യത്തിന്റെ അടിത്തറ ആടിയാണ്. ആടെ നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളത് അവന്റെ മനസ്സിൽ വെച്ച് അവൻ ലാസ്റ്റ് പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഉസ്താദ് അതൊന്ന് ശാശ്വതമായ ഒരു ഇതുണ്ടാവല്ലോ, ഒരു പരിഹാരം. ആടെ നിസ്കരിക്കാൻ പറ്റുമോ അതൊന്ന് ക്ലിയർ ആയി കൊടുക്കും. അതാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ തബ്ലീഗൊന്നും അങ്ങനെയൊന്നും വലിയ തബ്ലീഗാറൊന്നും ഇവിടെ ഇല്ല. ഇവിടെ 99% തുഞ്ചിയാണ്. പിന്നെ കുറച്ചാളുകൾ ഉണ്ടാവും, അതുള്ളൂ. ഇവിടെ പാരമ്പര്യമായിട്ട് അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു വിഷയം അവിടെ ഉണ്ട്. ഒരു പള്ളി ഉണ്ട് അവിടെ. ആ പള്ളിയിൽ കുറച്ചാളുകൾ പിന്നെ ആടിയും 99% സുന്നികളാണുള്ളത്. കുറച്ചാളുകളുണ്ട്. അപ്പോ അങ്ങനെ ഒന്നുമല്ല, നമ്മളെ കുട്ടികൾക്ക് ആരും നിസ്കരിക്കാനും മൊത്തത്തിൽ എല്ലാവർക്കും കൂടി നിസ്കരിക്കാൻ പറ്റുമോ? ഇപ്പൊ അവര് എടുത്ത പള്ളിയാണ് നിങ്ങളെ ഉസ്താദിനെ പുറത്താക്കണമെന്ന് ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ പണ്ടെല്ലാം അവരുടെ മജ്‌ലിസിൽ ഇരിക്കലുണ്ടേനും ഇത് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അവരെടുത്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൂടിയുള്ള പള്ളിയാന്ന് ഒരു വിഭാഗത്തിന് മാത്രം അങ്ങനെ ഇരിക്കാൻ പറ്റൂല എന്ന് നമ്മളത് അടക്കം പറഞ്ഞുകൊണ്ട് അവർ പോയിട്ട് അവിടെ ഒരു പള്ളി എടുത്തതാണ്. അപ്പൊ അതൊന്ന് ശാശ്വതമായ ഒരു പരിഹാരം അത് ഉണ്ടാക്കി കൊടുത്താൽ ഈ നാട്ടിന് നല്ലതായിരിക്കും. അവിടെ ഇങ്ങടക്ക് ചെറിയ ചെറിയ വിഷയങ്ങളും ചൊറകളെല്ലാം നടന്നിന്. എന്തായാലും അവര് നമ്മളെ സമുദായത്തിന് ഒരു നാണക്കേടാണ്. വെറുതെ റോഡ് മന്ന് അടി കഴിഞ്ഞ് പിടിച്ച് അത് ഇതെല്ലാം. അതുകൊണ്ട് അതൊന്ന് ഉസ്താദിന് നല്ല അറിവെല്ലാം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉസ്താദ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ചോദ്യോക്താവിന്റെ പേരൊന്നും കൂടി മറന്നു. മുഹമ്മദ് റഫീഷ്. അതായത് അദ്ദേഹം ഇവിടെ വിശദീകരിച്ചത് 19-ാം മെയിലുള്ള ഒരു പ്രത്യേക സാഹചര്യം. ആ സാഹചര്യത്തിൽ നിന്ന് ഉടലെടുത്തതാണ് നേരത്തെയുള്ള ചോദ്യങ്ങൾ മുഴുവനും. ആ സാഹചര്യമാണ് നിങ്ങൾ എല്ലാവരും കേട്ടത്. ഞാൻ അതിനെ ആവർത്തിക്കുന്നില്ല. അതെന്റെ പ്രതിനിധികളാണ് സംസാരിക്കുന്നത്. 19-ാം മെയിലിലെ ആ കുന്നിൻ പ്രദേശത്ത് കുറച്ചങ്ങോട്ട് പറമ്പിക്ക് പോകുന്ന വഴിക്ക് വേറെ പള്ളികളൊന്നും ഇല്ലാത്തടുത്ത് തബ്ലീഗ് ഒരു പള്ളിയെടുത്തു. സ്വാഭാവികമായും ആ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള വീട്ടുകാരൊക്കെ തൊട്ടുമുറ്റത്തൊരു പള്ളി വന്നാൽ ആ പള്ളിയിലേക്ക് കയറി നിസ്കരിക്കാൻ ആഗ്രഹരാവുകയും അതിന് മനസ്സ് കാണിക്കുകയും ചെയ്യുക എന്ന് സ്വാഭാവികമാണ്. ഉദാഹരണത്തിന് എന്റെ വീട്ടിന്റെ മുറ്റത്ത് തൊട്ടടുത്ത് തന്നെ റോഡ് സൈഡിൽ ഒരു പള്ളി വന്നു. ആ പള്ളി വന്നപ്പോൾ ദൂരത്തായിരുന്നു ജുമാഅത്ത് പള്ളി, കുറച്ച് ദൂരത്തായിരുന്നു. അങ്ങോട്ട് എല്ലാ വക്തിലൊന്നും സുബഹിക്ക് വരെ പോകാത്ത ആളുകൾ, സുബഹിക്കൊന്നും അങ്ങനെ ജമാഅത്തിനൊന്നും പോകാത്ത ആളുകൾ മുറ്റത്ത് തന്നെ ഒരു പള്ളി വരുമ്പോൾ ബാങ്കുലി കേൾക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പള്ളിയിൽ വന്ന് സജീവമായ നിസ്കാരം നടക്കും. സ്വാഭാവികമായി ഒരു പള്ളി വീട്ടുമുറ്റത്തും പരിസരത്തൊക്കെ വരുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് നിസ്കരിക്കാൻ അത് പ്രചോദിതമാകുമെന്നത് വളരെ വളരെ അവിതർക്കിതമായ സംഭവമാണ്. അങ്ങനെ 19-ാം മെയിലിൽ പറമ്പിലേക്ക് പോകുന്ന വഴിക്ക് പൊന്തിയ പള്ളി, ആ പള്ളിയിലേക്കും ചുറ്റുഭാഗത്തുള്ള ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമായി. അന്ന് വരെ പലപ്പോഴും ജമാഅത്തിനൊന്നും പോകാതെ ചിലപ്പോൾ നിസ്കാരം തന്നെ ഇല്ലാത്ത ആളുകൾ അവിടെ നിസ്കരിക്കാൻ കയറി നിസ്കരിക്കാൻ ഒരു നിമിത്തമാകുമ്പോൾ അവർ നന്നാകാനുള്ള ഒരു വഴിയല്ലേ, അതെങ്ങനെയാ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള മാർഗം എന്നാണ് പുണ്യ സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. വളരെ വളരെ നല്ല മാന്യമായ ചോദ്യം. ഞാൻ ഇവിടെ ചോദിച്ച ഘട്ടത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുകയും ഇങ്ങനെ ചോദിക്കേണ്ടത് അറിവിന്റെ ചോദ്യമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ആ സഹോദരന് ദീർഘായുസ്സും ആഫിയത്തും ആയുരാരോഗ്യവും സുന്നത്തമായത്തിനു വേണ്ടി ഒരുപാട് ഇത്തരം ചിന്തകൾ വിനിയോഗിക്കാനും തൗഫീക്ക് നൽകുമാറാവട്ടെ. എന്താണ് അതിനുള്ള മാർഗം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് അവിടെ ആ പൊന്തി വന്ന പള്ളിയെയും സാഹചര്യങ്ങൾ പറഞ്ഞത്. ഇനി ആ പൊന്തി വന്ന പള്ളിയെ പറ്റി പറയുകയും ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഒരു തബ്ലീഗുകാരാണ്.
അവർ സ്വാഭാവികമായും തബ്ലീഗുകാരായതുകൊണ്ട് ഇപ്പോൾ അവർക്ക് ആശയമൊന്നും ഇല്ലെങ്കിലും തബ്ലീഗിന്റെ ആശയം ഉണ്ടാകാനാണ് സാധ്യത. തബ്ലീഗിന്റെ നിലപാടാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പൊ അതിലേക്ക് നിസ്കരിക്കുകയും പോകുകയും ചെയ്യുന്ന ആളുകൾ ക്രമേണ അവർ മുബ്തദിയിലേക്ക് വിദ്യത്തിലേക്ക് പോകാനാണ് വഴി. അപ്പൊ അതുകൊണ്ട് തന്നെ നിസ്കരിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് മുബ്തദീന്റെ പിറകിൽ വെച്ച് നിസ്കരിക്കലല്ലേ? തമ്മിൽ ഭേദം തൊമ്മൻ എന്നാണ് സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത്, ഇല്ലേ? നിസ്കരിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ല തബലിന്റെ പേര് നിസ്കരിച്ചൂടെ? നിസ്കരിക്കുന്നതിന്റെ വിധിയാണ് മറ്റേ സഹോദരൻ ചോദിച്ചത്. അതിന്റെ ഷാഫി മദ്ഹബിന്റെ കീറിമുറിച്ച വിധികളാണ് വിശദമായി ഇവിടെ പറഞ്ഞത്. അതിലാർക്കും തർക്കമൊന്നുണ്ടാവില്ല. എല്ലാ മൂല്യന്മാരോട് ചോദിച്ചാൽ 10 മിനിറ്റ് ഓരോന്നും പറഞ്ഞു വേണമെങ്കിൽ പറയുകയും ചെയ്യാം. നമുക്ക് അതിന്റെ സന്ദർഭമല്ലല്ലോ എന്ന് കരുതിയില്ല, വേണമെങ്കിൽ ഇപ്പം തന്നെ പറയുകയും ചെയ്യാം. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ വൈകാരികമായി പറയല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഈ 19 പൊന്തിയ പള്ളി തബ്ലീഗിന്റെ പള്ളിയല്ല എന്ന് നിങ്ങൾ കൂട്ടും. ഒരു ഉദാഹരണം പറയാൻ മനസ്സിലാകാൻ വൈകാരികമാണ് മനസ്സിലാക്കരുത്. ആ തബ്ലീഗിന്റെ പള്ളിക്ക് പകരം അവിടെ പള്ളിയെടുത്തത് മട്ടന്നൂരിലെ 2 കാദ്യാനികളാണ് കുട്ടികൾ. ഉദാഹരണം പറയാം. അപ്പൊ ബാങ്ക് കൊടുക്കുന്നത് അവർ വന്ന് പറഞ്ഞു നിസ്കരിച്ചൂടോ, അവിടെ കുട്ടികളും പോയി നിസ്കരിക്കുകയാണ്. കാദ്യാന്റെ പേരിൽ പോയി നിസ്കരിച്ച എന്താ ക്രമേണ സംഭവിക്കുക? കുട്ടി കാദ്യാനിയാവും, ഇല്ലേ? നിസ്കരിക്കുന്നതിനേക്കാളും നല്ല നിസ്കരിക്കാതിരിക്കുന്നതിനേക്കാളും നല്ല നിസ്കരിക്കലല്ലേ എന്ന് വിചാരിച്ചാൽ കുട്ടി കാദ്യാനിയോ അതിനേക്കാളും അപകടം. മനസ്സിലാകുന്ന വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളൊരു പള്ളി സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പള്ളിയാക്കിയത് മാറ്റാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അത് നമുക്ക് ഇടപെട്ട് നമുക്ക് നിസ്കരിക്കാൻ നമുക്കൊരാളെ വെച്ചാൽ നമ്മൾ നിസ്കരിക്കും. തുടർന്ന് നിങ്ങൾ അതിനോട് സഹകരിക്കണം. അവരോട് സൗമ്യമായി നമുക്കെല്ലാം നിസ്കരിക്കണമെന്നുണ്ട്, നമ്മളൊരാളെ വെക്കുക. നമ്മുടെ പ്രബോധനം അവരുടെ ദുർബോധനത്തെ തൊട്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. അല്ലെങ്കിൽ അത്തരം നിസ്കാരക്കാർക്ക് സൗകര്യപ്പെടുന്ന ഒരു പള്ളി നമ്മൾ കിട്ടുക. അന്നല്ലാതെ ആളുകൾ കൂട്ടത്തോടെ ആ പള്ളിയിലേക്ക് പോകണമെന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ദൂഷ്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, ഈ ജമാഅത്തായ ആളുകൾ നിസ്കരിക്കുമ്പോൾ ജമാഅത്ത് ശരിയാകുമെന്ന് ശരിയാണ്, പക്ഷെ ക്രമേണ ആളുകൾ തബ്ലീഗാകാൻ വഴിയാണ്. തബ്ലീഗാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ തബ്ലീഗൊന്നുമല്ല നമ്മുടെ നാട്ടുകാരെന്ന് ഇപ്പം പറയുന്നുണ്ട്. ശരിയാണ്, അത് ശരിയാണ്. ക്രമേണ തബ്ലീഗ് ഇതിലേക്കൊക്കെ എത്തിപ്പെടാനാണ് വഴി. ക്രമേണ അങ്ങോട്ട് എത്തിപ്പെടും. അപ്പൊ മുബത്തദീന്റെ അവസ്ഥ എന്താണെന്നറിയോ? നിസ്കാരം ഉപേക്ഷിക്കുന്നവനേക്കാളും കടുപ്പാണ് മുബത്തദി. കാരണം അള്ളാഹുവിന്റെ ദീന് മാറ്റിമറിക്കുന്നവനല്ലേ. അവരുടെ നിസ്കാരം സ്വീകരിക്കൂല എന്ന് ഹദീസുണ്ട്. ലാ യഖ്ബലുല്ലാഹു ഇബാദത സ്വലാത്ത മുബത്തദി. മുബത്തദീന്റെ നിസ്കാരം സ്വീകരിക്കൂല എന്ന് പോലും ഹദീസിൽ വന്നിട്ടുണ്ട്. അത്രയും ഗൗരവമാണ് ബിദ്അത്ത്. ദീനിലെ ഏറ്റവും വലിയ തെറ്റ് ശിർക്കാണ്, പിന്നെ ബിദ്അത്താണ്. അവർക്ക് രണ്ടാളും മഹ്ശറയിൽ ഏറ്റവും ശിക്ഷ അനുഭവിക്കുന്നവർ അവരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മുബത്തദിയാകാനുള്ള ഒരു വഴിയാണിത്. ഒരു വഖത്തിൽ തുടരുന്നതാണ് തുടർച്ചന്റെ മസല നമ്മൾ പറഞ്ഞത്. ക്രമേണ ആളുകൾ തബ്ലീഗ് കോളനിയായി മാറി അതിന്റെ ക്രമേണ മനസ്സിൽ വരും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഞ്ചേരിയിൽ ഞങ്ങളൊരു മുഖാമുഖത്തിൽ പോയപ്പോൾ ചോദിക്കാൻ വന്നത് ഉടനീളം തബ്ലീഗുകാരാണ്. അവർ ചോദിക്കുന്നത് ഇതെന്താ തെറ്റന്നെയല്ലേ എന്നാ ചോദിക്കുന്നത്. അവർ ക്രമേണ ആയി വന്നതാണ്. ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ കൂട്ടത്തോടെ അങ്ങോട്ടേക്ക് നയിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രയോഗം നമ്മളിൽ ഉണ്ടാവരുത്. ക്രമേണ അത് സംഭവിക്കുന്ന ഭാവി ഏതാണ്? പിന്നെ ന്യായമായ ഒരു യുക്തി അവിടെ ഉള്ളത് നിസ്കരിക്കാതിരിക്കുന്നതിനേക്കാളും നല്ല തബ്ലീഗിന്റെ പേരിൽ നിസ്കരിക്കലല്ലേ അല്ല എന്നതിനൊരു യുക്തി കൊണ്ട് ഞാൻ മറുപടി പറഞ്ഞതാണ്. ആ പള്ളി കാദിയാനിന്റെ പള്ളിയാക്കി നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ, എന്തായിരിക്കും അതിന്റെ ഗൗരവം. ഇപ്പോ പഴയങ്ങാടിയിലുണ്ട് ഒരു ചേകനൂരിന്റെ പള്ളി. ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയി. സമാനമായ ഒരു സംഭവമാണ്. എന്താണത്? അത് ഒഴിഞ്ഞ പ്രദേശത്താണ്. ആ പ്രദേശത്ത് കുറച്ച് ചേകനൂരികളുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വരുകയും ചെയ്യും. പക്ഷെ ഒരാൾ ചോദിക്കുന്നു, ഉസ്താദ് എന്റെ മുറ്റത്താണ് നിസ്കാരം ഉള്ളത്, ഞാൻ അവർക്ക് തുടർന്നോട്ടെ, ദുഹറിന് തുടർന്നോട്ടെ. ഒരാൾ ചോദിക്കും, ഒരു ദുഹറിന് തുടർന്നോട്ടെ എന്ന് ചോദിച്ചാൽ എന്റെ വീട്ടിലുള്ള മുറ്റത്തുള്ള പള്ളിയിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ? എന്താണ് ഇവരുടെ അവസ്ഥ? അവർ കാഫറാണ്, തുടരാൻ പാടില്ല. കാരണം 3 വക്ത് നിസ്കാരമേ ഉള്ളൂ ചേകന്നൂരിന്. അപ്പൊ അങ്ങനെ ഒരു കുഫറിലേക്കാ പോവുക എന്നതുപോലെ ഇതൊരു ബിദ്അത്തിലേക്ക് വഴിവെക്കും. ഇതിനുള്ള ശാശ്വത മാർഗം എന്റെ പ്രിയപ്പെട്ട ചോദ്യകർത്താവിനെ പോലുള്ള ബുദ്ധിയുള്ള ആളുകൾ യോജിച്ച് മഹല്ല് കമ്മിറ്റിക്ക് ഇടപെട്ടുകൊണ്ട് ചെയ്യേണ്ടത് ഒന്നുകിൽ അവരോട് ബന്ധപ്പെട്ട് നമുക്കും തുടരാൻ പറ്റുന്ന ഒരു ഇമാമിന്, കാരണം നമ്മളല്ലേ അവിടെ ഭൂരിപക്ഷം, അല്ലെങ്കിൽ നമ്മൾ അവിടെ ജമാഅത്തിന് ആളുകളെ നിസ്കരിപ്പിക്കുന്ന മറ്റൊരു മാർഗം അവലംബിക്കുക. അല്ലാതെ പിന്നെ വിദേഹത്തുകാരനോട് തുടരാന്ന് പറഞ്ഞ ഒരു നിസ്കാരത്തിന് പോയി തുടരുന്നതിന്റെ വിധി പറഞ്ഞതാണ്. ഇതങ്ങനെയല്ല. ഒരു പള്ളി എന്നതൊരു കൾച്ചർ സൃഷ്ടിക്കപ്പെടും. ചുറ്റുഭാഗത്തൊരു കൾച്ചർ സൃഷ്ടിക്കപ്പെടും ആ പള്ളി കൊണ്ട്. ചുറ്റുഭാഗത്തുള്ള ആളുകൾ കയറി ആ ഒരു കൾച്ചർ, പള്ളിയിൽ നിന്നുണ്ടാകുന്ന കൾച്ചർ ചുറ്റുഭാഗത്ത് സൃഷ്ടിക്കപ്പെടും. ആ കൾച്ചർ തബ്ലീഗി കൾച്ചറായി മാറും. അത് അപകടമാണ്. അതിന്റെ അപകടമാണ് ഇത്രയും നേരം വയന്ന് പറഞ്ഞത് എന്ന മറുപടി സംതൃപ്തമാണെന്ന് ഞാൻ മനസ്സിലാക്കി നിർത്തുന്നു.
ഒരു ചോദ്യകർത്താവ് അല്ല, നമ്മുടെ സംഘാടകരിൽ അല്ല, നമ്മുടെ നാട്ടിൽപ്പെട്ട ഒരു സഹോദരൻ ഇവിടെ വന്നിട്ട് ഈ പുസ്തകം കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നത്ര. ആരാണത്? കാണാം. എങ്ങനെ തരുവാന്ന് ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ ഒന്ന് കയ്യിൽ തരുവാന്നാ? നിങ്ങൾക്ക് ഇപ്പൊ ഇവിടുന്ന് ഇരുന്ന് നോക്കാൻ തരുവാന്നാ? ആ തരാം. ഇങ്ങോട്ട് വരും, ഇവിടെ ഇരുന്ന് നോക്കാം. ഇഷ്ടംപോലെ നമ്മുടെ പരിപാടി കഴിഞ്ഞ് പോകുന്നവരെ നിങ്ങൾക്ക് ചോദിക്കാം. അവിടെ കൊണ്ടുപോകല, ബുദ്ധിമുട്ടുണ്ട്. അല്ലല്ലോ, ഇവിടെ ഇരുന്നത് നമ്മൾ അത്രയും റെഫർ ചെയ്തതാണത്. ഞാനൊരു പോവല്ലേ സുഹൃത്തെ, അതൊരു ചെയ്യുന്നത് ശരിയല്ല. അല്ല, ഇങ്ങനെ തന്നെ പുസ്തകം ഇങ്ങനെ തന്നെ അല്ല, അങ്ങനല്ല. ഒന്നിക്കെ അവിടെ ഇരുന്ന് നോക്കാം, അല്ല ഇവിടെ ഇരുന്ന് നോക്കാം. അത് അവിടെ ഇരുന്ന് നോക്കാം അതല്ലോ. നമ്മളൊരു 3 സ്വലാത്തിൽ ദുആർക്കാൻ സംഘാടകർ ഒരുപാട് വൈകിയത് കൊണ്ട് ആവശ്യപ്പെടുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد أرحم الراحمമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, സാധുക്കളും പാപികളുമായ ഞങ്ങൾ ഇത്ര നേരം ഒരുമിച്ച് കൂടിയതും നിന്റെ ദീനിന്റെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചതും ഞങ്ങൾ ഹക്കാണെന്ന് മനസ്സിലാക്കിയത്, ഞങ്ങൾ തുറന്നു പറഞ്ഞതും ബാത്തിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്, ഞങ്ങൾ അതിനെ എതിർത്തതും വർജിക്കാൻ ആഹ്വാനം ചെയ്തതും ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം റഹ്മാനേ. അല്ലാഹുവേ, നാളെ നിന്റെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് കൂലി ലഭിക്കുന്ന വലിയൊരു ഇബാദത്തായി നീ ഇതിനെ മാറ്റിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പൂർത്തു തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ദീനിന്റെ നാഫിയായ ഇൽമുകൾ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കടങ്ങൾ വീടി തരണം റഹ്മാനെ. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ അകറ്റി തരണം റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ മരിപ്പിക്കണം അല്ലാഹ്. നിന്ന് മരണപ്പെട്ടിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളോട് വളരെ പ്രത്യേകിച്ച് വളരെ വിഷമകരമായ അവസ്ഥയിലുള്ള രോഗികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഞങ്ങളുടെ ബന്ധുക്കളിലുണ്ട്. അവരാരാണെന്ന് തമ്പുരാനെ അവർക്ക് അല്ലാഹുവേ, അവരെ വിഷമം നീ അറിയ, ഞങ്ങൾ അറിയാത്ത മാർഗത്തിലൂടെ നീ തട്ടി നീക്കി തരണം റഹ്മാനേ. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നീക്കി തരണം തമ്പുരാനെ. അല്ലാഹുവേ, ഈ മുത്തായ സംരംഭം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ച മുഴുവൻ ആളുകളിൽ നിന്നും നീ സ്വീകരിക്കണം തമ്പുരാനെ. അല്ലാഹുവേ, സ്വീകരിക്കണം റഹ്മാനെ. സാധുക്കളായ പാപികളായ ഞങ്ങൾ നാളെ നിന്റെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് ഞങ്ങൾക്കിത് രക്ഷാകവചമാക്കി തരണം തമ്പുരാനെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം.